നമ്മളൊരു വചനം വായിച്ച് നമുക്ക് തുടങ്ങുകയാണ്. റോമാലേഖനം 12-ാം അധ്യായം 9 മുതൽ 21 വരെയുള്ള വചനങ്ങളാണ് വായിക്കുന്നത്. ബൈബിൾ ഉണ്ടെങ്കിൽ എൻ്റെ കൂടെ ഒരുമിച്ച് വായിക്കാവോ? റോമാലേഖനം 12-ാം അധ്യായം 9 മുതൽ 21 വരെ നമുക്ക് ഒരുമിച്ച് വായിക്കാം. ഓക്കെ, ബൈബിൾ ഉണ്ടോ? ഉള്ളവരെടുക്കണേ. കിട്ടിയോ? റോമാലേഖനം 12-ാം അധ്യായം 9 മുതൽ 21 വരെ വായിക്കാം. നിങ്ങളുടെ സ്നേഹം നിഷ്കളങ്കമായിരിക്കട്ടെ. തിന്മയെ ദ്വേഷിക്കുവിൻ, നന്മയെ മുറുകെ പിടിക്കുവിൻ. നിങ്ങൾ അന്യോന്യം സഹോദര തുല്യം സ്നേഹിക്കുവിൻ. പരസ്പരം ബഹുമാനിക്കുന്നതിൽ ഓരോരുത്തരും മുന്നിട്ടു നിൽക്കുവിൻ. തീക്ഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കുവിൻ. പ്രത്യാശയിൽ സന്തോഷിക്കുവിൻ. ക്ലേശങ്ങളിൽ സഹനശീലരായിരിക്കുവിൻ. പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കുവിൻ. വിശുദ്ധരെ അവരുടെ ആവശ്യങ്ങളിൽ സഹായിക്കുവിൻ. അതിഥി സൽക്കാരത്തിൽ തൽപരരായിരിക്കുവിൻ. നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ. അനുഗ്രഹിക്കുകയല്ലാതെ ശപിക്കരുത്. സന്തോഷിക്കുന്നവരുടെ കൂടെ സന്തോഷിക്കുവിൻ. കരയുന്നവരുടെ കൂടെ കരയുവിൻ. നിങ്ങൾ അന്യോന്യം യോജിപ്പോടെ വർത്തിക്കുവിൻ. ഔദിത്യം വെടിഞ്ഞ് എളിയവരുടെ തലത്തിലേക്ക് ഇറങ്ങി വരുവിൻ. ബുദ്ധിമാന്മാരാണെന്ന് നിങ്ങൾ നടിക്കരുത്. തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുത്. ഏവരുടെയും ദൃഷ്ടിയിൽ ശ്രേഷ്ഠമായത് പ്രവർത്തിക്കാൻ ശ്രദ്ധിക്കുവിൻ. സാധിക്കുന്നിടത്തോളം എല്ലാവരോടും സമാധാനത്തിൽ വർത്തിക്കുവിൻ. പ്രിയപ്പെട്ടവരെ, പ്രതികാരം നിങ്ങൾ തന്നെ ചെയ്യാതെ അത് ദൈവത്തിൻ്റെ ക്രോധത്തിന് വിട്ടേക്കുക. എന്തെന്നാൽ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു, പ്രതികാരം എൻ്റേതാണ്, ഞാൻ പകരം വീട്ടും എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. മാത്രമല്ല, നിന്റെ ശത്രുവിന് വിശക്കുന്നെങ്കിൽ ഭക്ഷിക്കാനും ദാഹിക്കുന്നെങ്കിൽ കുടിക്കാനും കൊടുക്കുക. ഇതുവഴി നീ അവൻ്റെ ശിരസിൽ തീക്കനലുകൾ കൂന കൂട്ടും. തിന്മ നിങ്ങളെ കീഴടക്കാതിരിക്കട്ടെ. തിന്മയെ നന്മ കൊണ്ട് കീഴടക്കുവിൻ. ഹല്ലേലൂയ. ഇതിൽ നമുക്ക് 17-ാമത്തെ വാക്കൊന്ന് ഒരുമിച്ച് എൻ്റെ കൂടെ ഏറ്റു പറയാവോ? തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുത്. തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുത്. ഏവരുടെയും ദൃഷ്ടിയിൽ ശ്രേഷ്ഠമായത് പ്രവർത്തിക്കാൻ ശ്രദ്ധിക്കുവിൻ. സാധിക്കുന്നിടത്തോളം എല്ലാവരോടും സമാധാനത്തിൽ വർത്തിക്കുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനിന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ആഴ്ചയിലേക്ക് ഒരു രത്നച്ചുരുക്കമായൊരു വാക്കാണ്. തിന്മയെ നന്മ കൊണ്ട്, ബാക്കി പറ, തിന്മയെ നന്മ കൊണ്ട് കീഴടക്കണം. ചെളിയെ നല്ല വെള്ളം കൊണ്ട് കഴുകിക്കളയുന്നത് പോലെ, ഇരുട്ടിനെ നമ്മൾ വെളിച്ചം കൊണ്ട് ഇല്ലാതാക്കുന്നത് പോലെ, ശത്രുതയെ സ്നേഹം കൊണ്ട് ഇല്ലാതാക്കണം. ഹല്ലേലൂയ. വെറുപ്പിനെ സ്നേഹം കൊണ്ട് ഇല്ലാതാക്കണം. കോപത്തെ ശാന്തത കൊണ്ടും സൗമ്യത കൊണ്ടും ഇല്ലാതാക്കണം. വികാരങ്ങളെ വിവേകം കൊണ്ട് ഇല്ലാതാക്കണം. മറ്റുള്ളവന്റെ ദാരിദ്ര്യത്തെ നമ്മുടെ സമ്പത്ത് കൊണ്ട് ഇല്ലാതാക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ഈ നമ്മുടെ ചുറ്റുപാടും നമ്മൾ നോക്കുമ്പോൾ ഒരു റിയാലിറ്റി എന്താണ്? നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ എല്ലാവരും നമ്മോട് പെരുമാറുമോ? ഇല്ല. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ സ്നേഹിക്കുമോ? ഇല്ല. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെയൊന്നും ആരും, നമ്മുടെ മക്കൾ പോലും, നമ്മുടെ ജീവിത പങ്കാളി പോലും നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നമ്മോട് പെരുമാറണമെന്നില്ല. ഒരു കാര്യം ഞാൻ നിങ്ങളുടെ അറിവിലേക്ക് തരികയാണ്. മറ്റുള്ളവർ നമ്മളോട് കാണിക്കുന്ന ആക്ഷൻ എത്ര മോശമായാലും നമ്മുടെ റിയാക്ഷൻ എപ്പോഴും നല്ലതായിരിക്കണം. ഹല്ലേലൂയ. ഈ വാക്കെന്ന് പറഞ്ഞേ, ആക്ഷൻ മോശമായാലും റിയാക്ഷൻ നന്നായിരിക്കണം. എന്തായാലും പറയാം, നമ്മളോടുള്ള മറ്റുള്ളവരുടെ ആക്ഷൻ എത്ര മോശമായാലും നമ്മുടെ റിയാക്ഷൻ ദൈവികമായിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനാണ് ഈശോ പഠിപ്പിക്കുന്നത്. എന്താണ്? തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുത്. അതിൻ്റെ അർത്ഥം എന്താണ്? തിന്മയ്ക്ക് പകരം എന്ന് പറഞ്ഞപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ ഒരു 50 കിലോ ശേഷിയുള്ള ഒരു ബോംബ് എറിഞ്ഞെന്ന് കരുതുക. നമ്മൾ തിരിച്ച് 50 അങ്ങോട്ട് എറിഞ്ഞെന്ന് കരുതുക. എത്ര കിലോ ടോട്ടൽ? എത്ര കിലോയായി? 100 കിലോയായി. ഈ 100 കിലോ വന്ന് വീണ എന്തായിരിക്കും അവസ്ഥ? അല്ലേ? എന്നാൽ 50 കിലോ ബോംബ് നമ്മുടെ വീട്ടിലേക്ക് എറിഞ്ഞാൽ നമ്മൾ അവിടെ ശാന്തമായി മൗനമായി ഒഴിഞ്ഞു മാറിപ്പോയാലോ ഈ 50 കിലോ എത്ര കിലോ ആയിട്ട് കുറയും? 2 സ്ഥലത്തും കൂടി 25 കിലോ ആയിട്ട് കുറയും. എന്നാൽ 50 കിലോയ്ക്ക് പകരം ഞാൻ വീണ്ടും 50 ഇട്ട് എറിഞ്ഞാലോ അവിടെ 100 കിലോ വരും. അപ്പം എന്താ പറ്റുക? പ്രഹരശേഷി കൂടുതലായിരിക്കും. എല്ലാം മുടിഞ്ഞ് നശിച്ചു പോകും.
എന്നാൽ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഒഴിഞ്ഞു മാറിപ്പോയി കഴിയുമ്പോൾ 50 എന്നുള്ളത് 25 കിലോ ആയിട്ട് കുറഞ്ഞു. ഇതാണ് ഈശോ പറയുന്നത്. നിങ്ങൾ തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യുമ്പോൾ അതിൻ്റെ പ്രഹരശേഷി കൂടുകയാണ്. അതുകൊണ്ടാണ് ഈശോ പറയുന്നത് കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്. അങ്ങനെ ചിന്തിച്ചാൽ പ്രഹരശേഷി കൂടുതലാണ്. ഒരു കർണത്തടിച്ചാൽ ഞാൻ തിരിച്ചടിക്കുമ്പോൾ പ്രഹരശേഷി കൂടി. എന്നാൽ ഞാൻ മൗനമായി മറ്റേ കർണ കൂടി കാണിച്ചു കൊടുക്കുമ്പോൾ അവിടെ പ്രോബ്ലം കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? തിന്മയെ നമ്മുടെ ഉള്ളിലുള്ള നന്മ കൊണ്ട്. ആരാണ് നന്മ? നന്മ എവിടെ നിന്നാണ് വരുന്നത്? ഈശോയിൽ. നമുക്കറിയാം ഈശോയിൽ നിന്നാണ് നന്മ വരുന്നത്. ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുള്ള വളരെ മനോഹരമായ ഒരു സംഭവം ഗാന്ധിജിയെ കുറിച്ച് പറയുന്നുണ്ട്. കേട്ടിട്ടുണ്ടാവും അല്ലേ? ഗാന്ധിജി ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ അദ്ദേഹത്തെ ബൂട്ടിട്ട കാല് കൊണ്ട് ചവിട്ടിയപ്പോൾ അദ്ദേഹം എന്ത് പറഞ്ഞു? താങ്കളുടെ കാല് വേദനിച്ചോ? തിരിച്ചടിക്കാൻ പോയോ? ഇല്ല. തിന്മയെ ഇല്ലാതാക്കണുണ്ടോ? തിന്മയെ ഇല്ലാതാക്കുന്നു. നമുക്ക് വളരെ പരിചയമായ ഒരു കഥയല്ല, സംഭവമാണ് അല്ലേ? മദർ തെരേസ ഒരു വലിയ കോടീശ്വരൻ്റെ വീട്ടിൽ പോയി തൻ്റെ പാവപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി അല്ലേ ഭിക്ഷ ചോദിച്ചു. അപ്പോൾ മദർ തെരേസയുടെ കയ്യിലേക്ക് ആ കോടീശ്വരൻ തുപ്പിയിട്ട് കൊടുത്തു. നമുക്കറിയാവുന്ന കഥയാണ്, ഞാൻ ജസ്റ്റ് നിങ്ങൾ ഓർപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ മദർ എന്താ പറഞ്ഞത്? എനിക്കുള്ളത് താങ്കൾ തന്നു, ഞാനത് സ്വീകരിച്ചിട്ടുണ്ട്, ഇനി എന്ത് ചെയ്യണം? എൻ്റെ മക്കൾക്കുള്ളത് ഈ കയ്യിൽ തരിക. നമ്മുടെ കയ്യിലാണ് തുപ്പിയിട്ടതെങ്കിലോ അവൻ്റെ മുഖം തുപ്പലം കൊണ്ട് നിറച്ചേരം നമ്മളല്ലേ ആ മനുഷ്യൻ്റെ അല്ലേ? ഇനി തിരിച്ച് തുപ്പിയില്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ എന്തുണ്ടാവും അല്ലേ? നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും. മാത്രമല്ല ഈ തുപ്പൽ നമ്മൾ കയ്യിൽ നിന്ന് കുടഞ്ഞാലും നമുക്കൊരു കുഴപ്പമുണ്ട്. നമ്മളെല്ലാം കയ്യിൽ നിന്നേ കുടയത്തുള്ളൂ, മനസ്സിൽ നിന്ന് കുടഞ്ഞ് കളയില്ല. നമ്മുടെ ഒരു കുഴപ്പതാണ്, കയ്യിൽ നിന്ന് കുടയും പക്ഷേ മനസ്സിൽ നിന്ന് കുടഞ്ഞ് കളയില്ല. ഒരാളോട് നമുക്ക് പകയുണ്ടെങ്കിൽ കയ്യിൽ നിന്ന് നമ്മുടെ പുറമേ നോക്കുമ്പോൾ ഉണ്ടാകത്തില്ല, പക്ഷെ ഉള്ളിലുണ്ടാവും അല്ലേ? പണ്ടൊരു കഥ പറഞ്ഞു കേട്ടിട്ടില്ലേ? ഒരു അല്ലേ മുഷിഞ്ഞ സോക്സ് ഇട്ട് വരുന്ന കുട്ടിയുടെ കഥ കേട്ടിട്ടില്ലേ? മുഷിഞ്ഞ സോക്സ് ഇട്ടൊരു കുട്ടി ക്ലാസ്സിൽ വരുമായിരുന്നത്രേ. അങ്ങനെ ആ കുട്ടിയോട് ടീച്ചർ പറഞ്ഞു, നീ ഇനി മുഷിഞ്ഞ സോക്സ് ഇട്ട് വരരുത്, പുതിയതിട്ട് വന്നോ എന്ന് പറഞ്ഞു. അപ്പോൾ ആ കുട്ടി എന്തോ നിർബന്ധം മൂലം പുതിയ സോക്സ് വാങ്ങിച്ചു. പക്ഷെ കുട്ടി ക്ലാസ്സിൽ വരുമ്പോൾ ഭയങ്കര മണം. ടീച്ചർ പിടിച്ചു. ടീച്ചർ നീ സോക്സ് മാറിയില്ലെന്ന് ചോദിച്ചു. ഞാൻ സോക്സ് മാറിയിട്ടുണ്ട്, എന്നിട്ട് ഇപ്പോഴും മണം ഉണ്ടല്ലോ എന്ന് തന്നെ. അപ്പോൾ ആ കുട്ടി പറഞ്ഞു, ഞാൻ ഉറപ്പായിട്ട് സോക്സ് മാറിയിട്ടുണ്ട്. അപ്പോൾ പാൻറ് പൊക്കി കാണിച്ചു, നോക്കിയപ്പോൾ സോക്സ് കറക്റ്റാണ്, പുതിയ സോക്സ് ആണ്. അപ്പോൾ എവിടെ നിന്നാണ് മണം വരുന്നേ? അപ്പോൾ കൊച്ചു പറയാണ്, അത് ഞാൻ സോക്സ് മാറിയോ നിങ്ങൾ സംശയം പ്രകടിപ്പിക്കുന്നത് എനിക്ക് അറിയാവുന്നതുകൊണ്ട് പഴയ സോക്സ് എൻ്റെ പോക്കറ്റിൽ കിടപ്പുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അതായത് നമ്മൾ കയ്യിൽ നിന്ന് കളഞ്ഞാലും മനസ്സിൽ നിന്ന് കളയല. ഇത് മനസ്സിൽ നിന്ന് കളയണം. ചില ആൾക്കാർ കുമ്പസാരക്കൂട്ടിൽ വാഗൊണ്ട് തുപ്പിക്കളയും. ഏത് പാപമൊക്കെ വാഗൊണ്ട് കളഞ്ഞാലും ഹൃദയത്തിൽ പറ്റിപ്പിടിച്ച് കിടപ്പുണ്ട്. അതുകൊണ്ട് എന്താ കുഴപ്പം? ഹൃദയത്തിലുള്ളത് വീണ്ടും നമ്മളെ പഴയ പാപത്തിലേക്ക് ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കും. ഒരു പാപത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ആ പാപത്തിൻ്റെ കനം അറിയണം. കനം എന്ന് പറഞ്ഞാൽ എന്താണ്? ആ പാപത്തിന് എന്തുമാത്രം സ്വാധീന ശക്തി നമ്മിലുണ്ടെന്ന് അറിയണം അല്ലേ? സാധാരണ പറയാറുണ്ട്, ഈ റോക്കറ്റ് വിക്ഷേപിക്കുന്ന ആൾക്കാർ ആദ്യം എന്താണ് ചിന്തിക്കണമെന്നറിയാവോ? റോക്കറ്റ് ഉണ്ടാക്കാനല്ല നോക്കണേ, മറിച്ച് എന്താ ഉണ്ടാക്കണേ? റോക്കറ്റ് അങ്ങോട്ടാ പോണേ? മുകളിലേക്കാണ് അല്ലേ? അതായത് ഭൂമിയുടെ ഭൂഗുരുത്വാകർഷണ ബലത്തെ അതിജീവിച്ച് റോക്കറ്റ് പോകണമെങ്കിൽ ആദ്യം ശാസ്ത്രജ്ഞർ എന്താ ചെയ്യുന്നത്? റോക്കറ്റിനെ പറ്റിയല്ല പഠിക്കുന്നത്, മറിച്ച് എന്താ പഠിക്കുന്നത്? ഭൂഗുരുത്വാകർഷണ ബലത്തിൻ്റെ പവർ പഠിക്കും. കാരണം എന്താണ്? ഭൂമി എല്ലാത്തിനെയും തൻ്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നു. ആ ആകർഷണത്തിൻ്റെ പവർ എത്ര കിലോ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇരട്ടി ഉണ്ടെങ്കിൽ റോക്കറ്റിന് പോകാൻ പറ്റുള്ളൂ. ഹല്ലേലൂയാ. മനസ്സിലാകുന്നുണ്ടോ? അതായത് ഫോർ എക്സാമ്പിൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു ഭൂമി ഒരു 10 കിലോ വെയിറ്റിൽ, ഇത് ഉദാഹരണമാണ്, ഒരു 10 കിലോ വെയിറ്റിലാണ് ഭൂമി എല്ലാത്തിനെയും തൻ്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നെങ്കിലും ഉണ്ടാക്കുന്ന റോക്കറ്റിന് എത്ര ശക്തി വേണം? 10 മതിയോ? 10 പോരാ അല്ലേ? അതിൻ്റെ ഇരട്ടി ഉണ്ടെങ്കിലല്ലേ ഈ ഭൂമിയുടെ ഭൂഗുരുത്വാകർഷണ ബലത്തെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അല്ലേ? ചില വ്യക്തികളുടെ പാപത്തിൻ്റെ അടിമത്വത്തിൻ്റെ ദുശീലത്തെ ശക്തി എത്രമാത്രം ഉണ്ടോ അതിൻ്റെ ഇരട്ടി ശക്തി ഉണ്ടെങ്കിൽ നമുക്കിതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അത് ഓരോ വ്യക്തികൾക്കേ അറിയത്തുള്ളൂ എന്തുമാത്രം പവർഫുള്ളാണ് നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന, അല്ലെങ്കിൽ എത്രത്തോളം വേര് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് അറിയണം.
നമ്മുടെ ഉള്ളിൽ തിന്മയുണ്ടെങ്കിൽ നമുക്ക് ആ നന്മ കൊണ്ട് തിന്മ ജയിക്കാൻ പറ്റില്ല, അല്ലേ? നമുക്ക് ഒരിക്കലും നമ്മുടെ ഉള്ളിലൊരു വെറുപ്പുണ്ടെങ്കിൽ നമുക്ക് സ്നേഹം കൊണ്ട് ജയിക്കാൻ പറ്റുമോ? നമ്മുടെ ഉള്ളിൽ തന്നെ കിടക്കുകയാണ് ഈ തിന്മ, ഈ വെറുപ്പ്. ഈശോ പറയുകയാണ്, തിന്മയെ നിങ്ങൾ നന്മ കൊണ്ട് ജയിക്കുക എന്ന് പറഞ്ഞാൽ, ഞാൻ വീണ്ടും ആ വാക്ക് ഉപയോഗിക്കുകയാണ്, നമ്മളോടുള്ള ആക്ഷൻ മോശമായാലും നമ്മുടെ റിയാക്ഷൻ എപ്പോഴും ദൈവികമായിരിക്കണം. ഇത് മറക്കരുത്. ഒരാൾ നമ്മളെ കളിയാക്കി, നമ്മോടുള്ള റിയാക്ഷൻ, നമ്മളുടെ ആക്ഷൻ വളരെ മോശമാണെന്ന് കരുതുക, പക്ഷെ നമ്മൾ അതുപോലെ തന്നെ തിരിച്ച് പെരുമാറരുത്. സാധാരണ നമ്മളൊക്കെ ഒരു പരുന്തിനെ പറ്റി പഠിക്കുമ്പോൾ പരുന്തിന് പ്രത്യേകത അറിയാവോ? പരുന്ത് ഉയരങ്ങളിലേക്ക് പറക്കും. അപ്പോൾ ഈ കാക്ക വന്ന് പരുന്തിൻ്റെ കഴുത്തിൽ കയറി പിടിക്കും. കാക്ക വന്നിട്ട് പരുന്തിൻ്റെ കഴുത്തിൽ കൊത്തും. ഈ പരുന്ത് എന്ത് ചെയ്യും? കാക്കേനെ തിരിച്ചു കൊത്തില്ല, അത് ഉയരങ്ങളിലേക്ക് ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കും. തൻ്റെ ലക്ഷ്യത്തിലേക്ക്, തൻ്റെ ഗോൾ, അതിലേക്കാണ് പറക്കുന്നത്. ഒരിക്കൽ പോലും ഈ പരുന്ത് കാക്കയെ വഴക്കടിക്കാനോ കാക്കയുമായി ബഹളം വയ്ക്കാനോ കാക്കേനെ ഉന്തി മറിച്ചനോ ഒന്നും ശ്രദ്ധിക്കുന്നില്ല. പരുന്ത് ചെയ്യുന്നു, തൻ്റെ ലക്ഷ്യത്തിലേക്ക് ഇങ്ങനെ പോവുകയാണ്. കുറേ കഴിയുമ്പോൾ ഒരു പ്രത്യേക അവസ്ഥയിലെത്തുമ്പോൾ ഈ കാക്കയ്ക്ക് ഉയർത്തി ശ്വാസം വിട്ടു. കാക്ക എന്ത് ചെയ്യും? താഴോട്ട് മറിഞ്ഞു വീഴും. പരുന്ത് മുന്നോട്ട് പോകും. ഈ പരുന്ത് കാക്കയ്ക്ക് ഒപ്പം പ്രശ്നം ഉണ്ടാക്കിയാലോ? ഈ പരുന്ത് കാക്കയുമേ തല്ലുണ്ടാക്കിയാലോ എന്താ സംഭവിക്കുക? പരുന്തിൻ്റെ ആകാശം നഷ്ടപ്പെട്ടു പോകും, അല്ലേ? ഈ കാക്കയെ പോലെ പരുന്തും താഴേക്ക് അധപതിക്കും. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, ദുഷ്ടനെ എതിർക്കരുത്. തിന്മയ്ക്ക് പകരം തിന്മ ചെയ്താൽ രണ്ടാളും തകർന്നു പോകും. ആർക്കും ആരെയും വീണ്ടെടുക്കാൻ പറ്റത്തില്ല. ചേട്ടനും അനിയനും കൂടി അടിയുണ്ടാക്കുന്നു. ചേട്ടൻ അടിയുണ്ടാക്കി, അനിയൻ അടിച്ചു, അനിയൻ ചേട്ടനെ അടിച്ചു, അമ്മ വന്ന് രണ്ടുപേരെയും തല്ലി. ഇതിലാരാണ് ശരി ചെയ്തത്? ഇതിലാരാ ശരി ചെയ്തത്? ചേട്ടൻ അനിയനെ തല്ലി, അനിയൻ ചേട്ടനെ തല്ലി, അമ്മ വന്ന് രണ്ടിനെയും തല്ലി. ഇതിൽ ആരെയും നന്മ ചെയ്തിട്ടുണ്ടോ? ഇല്ല. മൂന്ന് പേരും ചെയ്തത് ഒരേ പ്രവൃത്തിയാണ്. അവിടെ സ്നേഹം കൊണ്ട് അതിനെ നിർവീര്യമാക്കാൻ കഴിയണം. അതിന് അമ്മയ്ക്ക് എന്ത് വേണം? വിവേകം വേണം, ജ്ഞാനം വേണം, ശാന്തമായി സൗമ്യമായി സ്പർശിക്കാൻ കഴിയണം, അറിവ് കൊടുക്കാൻ കഴിയണം. പക്ഷെ അമ്മയ്ക്ക് അതില്ല, അമ്മയ്ക്ക് നേരമില്ല. കാരണം നമ്മളെന്ത് ചെയ്തു? ആ പ്രോബ്ലത്തെ പെട്ടെന്ന് നിർത്താനാണ് ശ്രമിക്കുന്നത്. അത് താൽക്കാലികമാണ്, അതല്ല നമുക്ക് വേണ്ടത്. താൽക്കാലിക പരിഹാരം അല്ലല്ലോ വേണ്ടത്, അല്ലേ? ശാശ്വത പരിഹാരം വേണ്ടേ? ഇപ്പം സമയം എടുക്കേണ്ടി വരും. പക്ഷെ നമ്മളെപ്പോഴും സംഭവിക്കുന്നതാണ്, നമുക്കെല്ലാം പെട്ടെന്ന് അങ്ങ് തീർക്കണം. അത് നമ്മൾ അടിച്ച് തീർക്കും, ഇടിച്ച് തീർക്കും, വഴക്കിട്ട് തീർക്കും, കേസ് കൊടുത്ത് തീർക്കും. ഇങ്ങനെയാണ് തീർക്കണം. നമ്മൾ സ്നേഹം കൊണ്ട് നവീകരിക്കാൻ പലപ്പോഴും നമുക്ക് സാധിക്കുന്നില്ല. സ്നേഹത്താൽ, അതാണ് ഈ നന്മ കൊണ്ട് കീഴടക്കുക എന്ന് പറയുന്നത്. അപ്പോൾ നോടി ആ വാക്കൊന്ന് ആവർത്തിച്ച്, നമ്മോടുള്ള ആക്ഷൻ മോശമായാലും നമ്മിൽ നിന്നുള്ള റിയാക്ഷൻ ദൈവികമായിരിക്കണം. ഹല്ലേലൂയ. ബൈബിളിൽ നിങ്ങൾ 1 സാമുവേൽ 1-ാം അധ്യായത്തിൽ 1 സാമുവേൽ 1-ാം അധ്യായം 13-14 നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചു വയ്ക്കാം. 1 സാമുവേൽ 1-ാം അധ്യായം 13 ഹന്ന എന്ന ഒരു സ്ത്രീ പള്ളിയിലിരുന്ന് കരയുകയാണ്. തൊട്ട് മുമ്പ് കരയുന്നത് ഭർത്താവിൻ്റെ മുമ്പിൽ നിന്നാണ് കരയുന്നത്. ആ സ്ത്രീ ഭർത്താവ് ഇങ്ങനെ നോക്കുമ്പോൾ ഹന്ന ഇരുന്ന്, എൽക്കാനയാണ് ഹസ്ബൻഡ്, എൽക്കാന നോക്കുമ്പോൾ ഹന്ന ഇരുന്ന് വാവിട്ട് കരയുകയാണ്. അപ്പോൾ ഏതൊരു ഭർത്താവും ചെയ്യുന്നത് പോലെ തന്നെ എൽക്കാന എന്ത് ചെയ്തു? ഹന്നയെ ചേർത്ത് പിടിച്ചിട്ട് ചോദിച്ചു, നീ എന്തിനാ കരയുന്നത്? ഉണ്ടോ? എന്തിനാ കരയുന്നത്? ഇന്ന് നമ്മുടെ വീടുകളിൽ ആരെങ്കിലും കരഞ്ഞാൽ ഒന്നും മുഖത്ത് നോക്കാൻ നേരമില്ല നമുക്ക്, അല്ലേ? മുഖത്ത് നോക്കി നമുക്ക് സാധാരണ നമ്മൾ പറയാറുണ്ടല്ലേ, ഇപ്പോൾ ഒരു പുതിയൊരു തെറാപ്പി പോലെ ഇറങ്ങിയിട്ടുണ്ടെന്നാണ്, മുഖം നോക്കി മനസ്സ് വായിക്കും. പണ്ടത്തെ കാരണന്മാർക്കുണ്ടായ കഴിവായിരുന്നു, മുഖം നോക്കി മനസ്സ് വായിക്കും. ഇന്ന് മുഖത്ത് നോക്കുമ്പോൾ നേരമില്ല, പിന്നെ എങ്ങനെ വായിക്കണേ, അല്ലേ? അതായത് മനസ്സിലുള്ളത് എവിടെ ഉണ്ടാവും? പറ. മനസ്സിലുള്ളത് എവിടെ ഉണ്ടാവുക? മുഖത്തുണ്ടാവും. കണ്ണ് നോക്കിയിട്ടാണ് ആൾക്കാർ മനസ്സ് വായിക്കുന്നത്. പണ്ടൊക്കെ നമ്മുടെ വീട്ടിൽ ഒരാൾ വിഷമിച്ചിരുന്നാൽ ചോദിക്കും, എന്താ ഉള്ളിൽ വിഷമം? മുഖത്തേക്ക് നോക്കിയാൽ മനസ്സ് വായിക്കുന്ന കാലം ഉണ്ടായിരുന്നു, അല്ലേ? ഇന്നിപ്പോൾ ആ തെറാപ്പിയിലൂടെ പഠിച്ചെടുക്കുകയാണ് ആൾക്കാർ. അതൊരു കോഴ്സാക്കി മാറ്റി, അല്ലേ? പണ്ട് ആ കോഴ്സൊന്നും വേണ്ടായിരുന്നു. കാരണം എന്താ? അന്ന് മുഖത്ത് ഭാവങ്ങൾ മാറുന്നറിയാൻ പറ്റും. ഇന്ന് വീടുകളിൽ മുഖത്തേക്ക് നോട്ടം ഇല്ലല്ലോ. ഇന്നൊക്കെ ഫേസ്ബുക്ക് നോക്കിയിരിക്കുകയാണ്, മുഖം നോട്ടം ഇല്ല. ഇങ്ങനെ പിള്ളേരാണെങ്കിൽ അമ്മേ ചോറ്,
ഈ ചോറ് മേശപ്പുറത്ത് കൊണ്ട് വെക്കുന്നത് പോലും മക്കള് ആരെ വെക്കണമെന്ന് അവർക്ക് അറിഞ്ഞൂടാ. അവർ ഫോൺ കുത്തിക്കൊണ്ടിരിക്കുക. അവർക്ക് വിശക്കണമെങ്കിൽ TV ഓൺ ചെയ്യണം, വാ തുറക്കണമെങ്കിൽ TV ഓൺ ചെയ്യണം, ചോറ് വായിലേക്ക് വെക്കണമെങ്കിൽ TV ഓൺ ചെയ്യണം, അല്ലേ? അവർക്ക് കയ്യിൽ മൊബൈൽ ഉണ്ടെങ്കിൽ അവർ വായ അനങ്ങുള്ളൂ. ആ രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അഡിക്ഷൻ എന്ന് പറയുന്നത്, അല്ലേ? ചിലർക്ക് അങ്ങനെ ബുദ്ധിമുട്ടുണ്ട്. അപ്പം മുഖത്തൊക്കെ നേരില്ല മക്കൾക്ക്, അല്ലെങ്കിൽ ഭാര്യയ്ക്കും ഭർത്താവിനും മുഖത്തേക്ക് നോക്കാൻ കഴിയുന്നില്ല. എന്തായാലും എൽക്കാന ഈ ഹന്നയുടെ മുഖത്തേക്ക് നോക്കി. അപ്പോൾ അവൾ കരയാണ്. കരയനെ കണ്ടപ്പോൾ എൽക്കാന ചേർത്ത് പിടിച്ച് ചോദിക്കുകയാണ്, നീ എന്തിനാ കരയുന്നത്? അപ്പോൾ അവൾ പറയുകയാണ്, എനിക്ക് കുഞ്ഞുങ്ങളില്ലല്ലോ. അവിടെ സങ്കടം തുറന്നു പറയാൻ ആരോട്? ഭർത്താവിനോട്. അപ്പോൾ നോക്കിക്കേ, ഒന്ന് എൽക്കാനയ്ക്ക് ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം, രണ്ട് ആ ചോദ്യത്തിന് സ്നേഹത്തോടെ മറുപടി പറയാനുള്ള സ്വാതന്ത്ര്യം. അവർ തമ്മിൽ സ്നേഹത്തിന്റെ ഐക്യം നോക്കിക്കേ. എന്നുവെച്ചാൽ വീടുകളിൽ ചോദിക്കാൻ ആൾക്കാരില്ല എന്നുള്ള വേറൊരു കാര്യം, ഇനി ചോദിച്ചാൽ തന്നെ ഉത്തരം കിട്ടൂല, അതാ വേറെ പ്രശ്നം, അല്ലേ? ചില പറയും, നീ എന്തിനാ കരയുന്നേ? ഞങ്ങൾക്ക് പല വിഷയങ്ങൾക്ക് അറിയാനൊക്കെ നിങ്ങളാരെ ചോദിക്കാൻ? ചോദിക്കാൻ വന്നങ്ങനെ കരച്ചില്, അല്ലേ? ചിലർ അങ്ങനെയുണ്ട് കേട്ടോ, ഇങ്ങനെ തട്ടിത്തറി. അവരെപ്പോഴും ഇങ്ങനെ തർക്കുത്തരങ്ങളെ പറഞ്ഞുകൊണ്ടിരിക്കുള്ളൂ. എന്തായാലും എൽക്കാന ചോദിച്ചപ്പോൾ ഹന്ന പറയുന്ന മറുപടി എന്നറിയാവോ? എനിക്ക് കുഞ്ഞുങ്ങളില്ലല്ലോ, അതുപോലത്തെ ഞാൻ കരഞ്ഞതാണ്. അപ്പോൾ എൽക്കാന പറയുന്നൊരു ഡയലോഗുണ്ട്, മനോഹരാണ്. ഞാൻ നിനക്ക് 10 പുത്രന്മാർക്കും ഉപരിയല്ലേ? ഹല്ലേലൂയ. ഞാൻ നിനക്ക് 10 പുത്രന്മാരെക്കാളും ഉപരിയല്ല. അതിൻ്റെ അർത്ഥം എന്നറിയാവോ? ഒരു ഭാര്യ ഭർത്താവിൻ്റെ അമ്മയാകണം, ഒരു ഭർത്താവ് ഭാര്യയുടെ അപ്പനാകണം. ഈ ഉപനിഷത്തിൽ ഒരു ബ്ലെസ്സിങ് ഉണ്ട്. ഉപനിഷത്തിൽ ആ ബ്ലെസ്സിങ് മനോഹരാണ്. എന്താണെന്നറിയാവോ? അത് സ്ത്രീകൾക്കുള്ള ബ്ലെസ്സിങ് ആണ് കേട്ടോ. ആ വാക്കെങ്ങനെയാണ്? നിനക്ക് 10 പുത്രന്മാരുണ്ടാകട്ടെ, 11ാമത്തെ പുത്രൻ നിന്റെ ഭർത്താവാകട്ടെ. ഹല്ലേലൂയ. എന്ന് പറഞ്ഞെങ്കിൽ നിനക്ക് 10 പുത്രന്മാരുണ്ടാകട്ടെ, 11ാമത്തെ പുത്രൻ അത് നിന്റെ ഭർത്താവാകട്ടെ. അപ്പൊ അമ്മ, ഭാര്യ എന്ന് പറഞ്ഞ ഭർത്താവിന്റെ കൂടി അമ്മയാകുകയാണ്. എന്ന് പറഞ്ഞാൽ അതുപോലൊരു മാതൃവാത്സല്യം ഉണ്ടാകണമെന്ന്, ഒരു പിതൃഹൃദയം ഉണ്ടാകണമെന്ന്. ചിലപ്പോഴൊക്കെ ഞാൻ ഈ ദമ്പതി ധ്യാനം നടത്തുമ്പോൾ പല കപ്പിൾസിനെ പരിചയപ്പെടാറുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കും, എത്ര പേരുണ്ട്? ഭർത്താവ് പറയും, ഞങ്ങൾ വീട്ടിൽ 5 പേരാണ് കേട്ടോ. നോക്കുമ്പോൾ 1, 2, 3, 4 ബാക്കി 6 പോയി. അതാണ് നിൽക്കണേ. ആര്? ഭാര്യ. അദ്ദേഹത്തിന് 5 മക്കളാണ്. ഭാര്യ മകളുടെ സ്ഥാനത്താണ്. ചില അമ്മമാര് പറയും, എനിക്ക് 3 പിള്ളേരാണ് എൻ്റെ ബ്രദറെ. അപ്പൊ നോക്കി 2 ഉള്ളല്ലോ, 3ാമത്തെയാണ് നിൽക്കുന്നത്. ആര്? ഭർത്താവ്. അതുകൊണ്ട് അതൊരു മാതൃഭാവമാണ്. അപ്പൊ എന്തായാലും ഹന്ന കരഞ്ഞു, എൽക്കാനെ ആശ്വസിപ്പിച്ചു. നമുക്കും സാധിക്കട്ടെ മുഖത്തേക്ക് നോക്കി ജീവിത പങ്കാളിയുടെയും മക്കളുടെയും ദരിദ്രന്റെയും സഹപ്രവർത്തകരുടെയും അയൽവാസികളുടെയും മുഖത്തേക്ക് നോക്കി മനസ്സ് വായിക്കാനും, ആ മനസ്സ് വായിച്ചിട്ട് നമുക്ക് കൊടുക്കേണ്ട ആശ്വാസം കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് വലിയൊരു കൃപയാണ് കേട്ടോ. ഹല്ലേലൂയ. അതുകൊണ്ട് ഇനി കണ്ണിൽ നോക്കി പഠിക്കണേ, മുഖത്ത് നോക്കി പഠിക്കണം. അത് യേശുവിന്റെ കണ്ണിൽ നോക്കി പഠിക്കണം. അപ്പോഴേ നമുക്ക് മറ്റുള്ളവന്റെ കണ്ണിൽ നോക്കാൻ പറ്റുള്ളൂ. യേശുവിന്റെ കണ്ണിലേക്ക് നോക്കി നോക്കി പഠിക്കുമ്പോൾ എന്താ ഗുണമെന്നറിയാവോ? പിന്നീട് ദരിദ്രന്റെ കണ്ണിലേക്ക് നോക്കുമ്പോൾ അവിടെ യേശുവിന്റെ കണ്ണുകൾ കാണാൻ പറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ കണ്ണുകളിലേക്ക് നോക്കി നോക്കി പഠിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആ ഒരു കണ്ണ് കിട്ടും. മാത്രമല്ല പിന്നീട് ദരിദ്രന്റെയും വേദനിക്കുന്നവന്റെയും കണ്ണിലേക്ക് നോക്കുമ്പോൾ യേശുവിന്റെ കണ്ണായിട്ട് നമുക്ക് തോന്നും. അപ്പോൾ നമുക്ക് അവനെ ആശ്വസിപ്പിക്കാൻ പറ്റും. ക്രിസ്തുവിന്റെ മുറിവ് ഉണക്കാൻ നമ്മൾ അവനെ ടച്ച് ചെയ്യുന്ന പോലെ പാവപ്പെട്ടവനെ ടച്ച് ചെയ്യാൻ പറ്റും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മുടെ മദർ തെരേസ ഒരിക്കൽ പറഞ്ഞത്, ദരിദ്രനെ സ്പർശിക്കുന്നവൻ ക്രിസ്തുവിനെ സ്പർശിക്കുകയാണെന്ന് പറഞ്ഞത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തോബിയാസിന്റെ വിവാഹത്തിന് വേണ്ടി തോബിയാസിനെ കൊണ്ടിട്ട് ഇങ്ങനെ പോണ സമയത്ത് അവിടെ തോബിയാസിന്റെ അമ്മായപ്പൻ തോബിയാസിന്റെ മുഖത്തേക്ക് നോക്കുന്ന സീനുണ്ടല്ലോ, അല്ലേ? തോബിയാസിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് അമ്മായപ്പൻ എന്താ പറഞ്ഞ? ആദ്യമായിട്ട് തോബിയാസിനെ കാണുന്നത്, ആദ്യമായിട്ടാണ് തോബിയാസിനെ കാണുന്നത് ഈ അമ്മായപ്പൻ, സാറായുടെ അപ്പൻ. അപ്പൊ ഈ തോബിയാസിനെ കണ്ടപ്പോ തന്നെ ചോദിക്കുന്നുണ്ട്, എടാ നീ ആ തോബിത്തിന്റെ മോനാണോ? ഹല്ലേലൂയ. നിങ്ങൾ നോക്കിക്കേ, മകന്റെ മുഖം നോക്കിയിട്ട് അപ്പനെ കാണുന്ന ഒരു അമ്മായപ്പൻ. ഈ മകനെ ഒരിക്കലും കണ്ടിട്ടില്ല, ജീവിതത്തിലെ ജനിച്ചപ്പോഴേ കണ്ടിട്ടില്ല.
പക്ഷേ അമ്മായിപ്പം പറയാ, നിനക്ക് 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 ആ തോബിത്തിന്റെ മുഖച്ഛായ ഉണ്ടല്ലോ, നീ ആ തോബിത്തിന്റെ മോനാണോ എന്ന് ചോദിക്കുമ്പോൾ ഈ ആൾ പറയുന്നുണ്ട്, ഞാൻ ആ തോബിത്തിന്റെ മകനാണ്. നോക്കി പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അപ്പന്റെ ഛായ കാണുന്നുണ്ടെങ്കിൽ ഓരോ മനുഷ്യന്റെയും മുഖത്ത് ദൈവഛായ കാണാൻ പറ്റുമ്പോൾ അതാണ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അമ്മായപ്പൻ തോബിയാസിന്റെ മുഖത്ത് അപ്പന്റെ മുഖച്ഛായ കണ്ടതുപോലെ ഓരോ വ്യക്തിയിലും ക്രിസ്തുവിന്റെ മുഖച്ഛായ, സ്വർഗസ്ഥനായ പിതാവിന്റെ മുഖച്ഛായ കാണാൻ നമുക്ക് സാധിച്ചാൽ അതിന്റെ അർത്ഥം നമ്മുടെ അന്ധത മാറി എന്നാണ്. ഹല്ലേലൂയാ. അതുകൊണ്ടല്ലേ ഒരു ഗുരു പണ്ട് ചോദിച്ച ഒരാളോട്, അല്ലേ, ഗുരു ചോദിച്ചത്രേ, എപ്പോഴാണ് കാഴ്ചയുണ്ടാകുന്നത്, അല്ലേ, എപ്പോഴാണ് ഒരു വ്യക്തിയിൽ പ്രഭാതം പൊട്ടി വിടരുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു. അതായത് ഒരു വ്യക്തിയെ കാണുന്നത് എപ്പോഴാണ്, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ മുമ്പിൽ പ്രഭാതം വിടരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ ഓരോരുത്തർ ഓരോ ഉത്തരം പറഞ്ഞു. എന്താണ്? അകലേന്ന് വരുന്ന വ്യക്തി എന്താണ്, ആ വ്യക്തി ഒരു മനുഷ്യനാണെന്ന് തോന്നുമ്പോൾ കാഴ്ച വന്നു എന്ന് പറയുന്നു. ഇങ്ങനെ ഓരോ ഉത്തരങ്ങൾ പറയുന്നുണ്ട്. മരങ്ങളെ കാണുമ്പോൾ, പക്ഷെ അവസാനം പറയുന്നതെന്നറിയാവോ, അകലേന്ന് വരുന്ന വ്യക്തി എൻ്റെ സഹോദരനാണെന്ന് തോന്നുമ്പോഴാണ് നമുക്ക് കാഴ്ചയുണ്ടാകുന്നത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്ന് പറഞ്ഞാൽ ഒരു പിതാവിൻ്റെ, സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളാണെന്നുള്ള ഒരു കാഴ്ച നമുക്ക് കിട്ടണം. വീണ്ടും നമ്മൾ മുന്നോട്ട് വരാണ്. നമ്മൾ ഈ നമ്മുടെ ഹന്ന പിന്നീട് ദേവാലയത്തിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ദേവാലയത്തിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അന്നത്തെ വികാരിച്ചനാരാണ്? ഏലി പുരോഹിതനാണ്. ഏലി, നിങ്ങളെ ഭാഗമെടുത്ത് വായിക്കുമ്പോൾ രസകരമായൊരു കാര്യം, ഏലിക്ക് 2 മക്കളാണ്. ദേവാലയം അശുദ്ധമാക്കുന്നവരാണ് മക്കള്. 2 അവർ ദുർമാർഗികളാണ്. ഈ ദേവാലയത്തിൽ വരുന്ന തീർത്ഥാടകരെ മുഴുവൻ പിഴിഞ്ഞ് കാശുണ്ടാക്കുന്നവന്മാരാണ് ഈ 2 എന്ന് പറഞ്ഞാൽ അപ്പൻ്റെ മഹത്വം അറിയാതെ ജീവിക്കുന്ന പിള്ളേർ അന്നുണ്ട് ഇന്നുണ്ട്, അല്ലേ? അപ്പൻ്റെ മഹത്വം അറിയാത്തവര്, അപ്പൻ്റെ നാട്ടിലുള്ള അന്തസ് അറിയാത്തവര്, അപ്പൻ്റെ ഉദ്യോഗത്തിൻ്റെ മഹത്വം അറിയാത്തത് കൊണ്ട് മക്കൾ എന്ത് ചെയ്തു? നേരെ ഓപ്പോസിറ്റ് പ്രവർത്തിക്കുന്നു, അല്ലേ? അപ്പൻ പോലീസിൽ, മക്കളുടെ കയ്യിൽ കഞ്ചാവ്. അപ്പൻ ധ്യാനഗുരു, പക്ഷെ മക്കൾ മദ്യപാനത്തിൽ. അപ്പൻ ടീച്ചർ, പക്ഷെ മക്കൾ നേരെ ഓപ്പോസിറ്റ്. അതായത് അപ്പൻ്റെ മഹത്വം അറിയാത്ത പിള്ളേർ അപ്പനെ നാണം കെടുത്തുകയാണ്. അപ്പൻ മദ്യവിരുദ്ധ സെമിനാറിൽ പ്രസംഗിക്കുന്നു, മകൻ ഷാപ്പിൽ പോയി മദ്യപിക്കുന്നു. എന്ന് ഓർത്ത് നോക്കിക്കേ, ആ അപ്പനെ കൊല്ലുന്നതിന് തുല്യാണ്. അമ്മ പള്ളിയിൽ ഭയങ്കര ആക്റ്റീവ് പ്രവർത്തക, മകൾക്ക് അന്യമത പ്രേമം, പ്രണയത്തിലാണ്. ഈ അമ്മ സമൂഹത്തിന്റെ മുന്നിൽ തലകുനിക്കേണ്ടി വരുന്നത് മക്കൾക്ക് പ്രശ്നമല്ല, ഏലിയുടെ ഗതികേടാണ്. ഏലി വലിയ പുരോഹിതനാണ്, മക്കൾക്ക് ആ ബോധമൊന്നുമില്ല. അപ്പൻ എന്ത് ചെയ്യുന്നു? ഞങ്ങൾക്ക് പ്രശ്നമല്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ വഴി. എന്നിട്ട് മക്കളെന്താ പറയണമെന്നറിയാവോ? അപ്പൻ അങ്ങനെയാണെന്ന് ഗതി കൂടി ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇഷ്ടങ്ങളെ പുറകെ പോകണ്ടേ? അപ്പൻ്റെ മഹത്വം അറിഞ്ഞും അപ്പൻ്റെ കഷ്ടപ്പാടറിഞ്ഞും ജീവിക്കുന്ന മക്കള് അത് ഭാഗ്യപ്പെട്ട മക്കളാണ് കേട്ടോ. എന്തായാലും ഏലിയുടെ മക്കൾ ഇങ്ങനെ ദുർമാർഗമായിട്ട് ജീവിക്കുകയാണ്. അപ്പോഴാണ് ദേവാലയത്തിൽ ഇരുന്ന് പെണ്ണ് കരയുകയാണ്. ഏലി അങ്ങോട്ട് ചെല്ലുകയാണ്. ചെന്നിട്ട് ചോദിക്കുന്ന ഡയലോഗ് എന്തെന്നറിയാവോ? നീ, അല്ലേ, നമുക്ക് നാടൻ ഭാഷയാ പറയണമെങ്കിൽ, നമുക്ക് ഒരു നാടൻ ഭാഷയിലാണ് ചോദിക്കണമെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, നീ ഏതാണ് അടിച്ചേക്കണത്? ഏതാണ്, കഞ്ചാവാണോ അല്ലെങ്കിൽ നാടൻ ഭാഷ ചോദിക്കാൻ അങ്ങനെ ചോദിക്കാം. ഞാൻ ആ ഭാഗം നിങ്ങൾക്കൊന്ന് വായിച്ച് കേൾപ്പിച്ചു തരാം. 1 സാമുവേൽ 1-ാം അധ്യായം 13, നിങ്ങളുടെ കയ്യിലാണെങ്കിൽ എടുത്തു. 1 സാമുവേൽ 1-ാം അധ്യായം 14 മുതൽ ചോദിക്കാൻ വേണമെങ്കിൽ നമുക്ക് വായിക്കാം. ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ഏലി അവളോട് പറഞ്ഞു, എത്ര നേരം നീ ഉന്മത്തയായിരിക്കും? എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞാൽ നീ ഏതാ ബ്രാൻഡ് അടിച്ചേക്കണേ? നല്ല ലഹരിയാണല്ലോ. അടുത്ത വാക്ക് വായിച്ച്, നിന്റെ ലഹരി അവസാനിപ്പിക്കുക. എൻ്റെ ചോദ്യം, നിങ്ങളാണ് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്, ചിന്തിക്കുക, നിങ്ങളാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ വികാരിച്ചൻ അഥവാ ഈ ഏലി കയറി വരികയാണ്. ഏലിയുടെ മക്കൾ വളരെ മോശക്കാരെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? അപ്പോൾ നിങ്ങളെ ഉപദേശിക്കാൻ വരുന്ന, നിങ്ങളെ തെറ്റിദ്ധരിച്ചുകൊണ്ട് നിങ്ങളെ വഴക്ക് പറയുന്ന ഒരാളാണ്. എന്താണെന്ന് പറഞ്ഞാൽ, നീ ഇങ്ങനെ നിന്റെ ലഹരി അവസാനിപ്പിക്കുക, നീ ഏതാ കുടിച്ചേക്കണേ, നീ നല്ല പറ്റാണല്ലോ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താ മറുപടി കൊടുക്കുക? ഏലിക്ക് എങ്ങനെയായിരിക്കും മറുപടി കൊടുക്കുക? പുരോഹിത, ആദ്യം താൻ തൻ്റെ പിള്ളേരെ
നന്നാക്ക്. ഞാൻ ലഹരി കഴിച്ചിട്ടില്ല, നിങ്ങളുടെ പിള്ളേരാണ് ലഹരി കഴിച്ചേക്കണേ. ഇത് ദേവാലയമാണ്, താൻ തന്നെ പാട് നോക്കി പോടോ. ആദ്യം നമ്മളത് പറയും നമ്മളല്ലേ. താൻ ആദ്യം തന്നെ പിള്ളേരെ നന്നാക്കാൻ നോക്കുക, എന്നിട്ട് എന്നെ നന്നാക്കാൻ നന്നാ മതി. എന്നെ ഉപദേശിക്കാൻ വന്നേക്കണ എന്നല്ലേ പറയുള്ളൂ. കാരണം ശരിയല്ലേ ഹന്ന പറഞ്ഞത്. കാരണം എന്താണ്, നാട്ടിൽ ഏറ്റവും വലിയ തോന്നിയാസിലാണ് ഇദ്ദേഹത്തിന് 2 മക്കള്. നമ്മൾ പലപ്പോഴും ഒരാൾ നമ്മളെ ഉപദേശിക്കുമ്പോൾ ആദ്യം നമ്മൾ ചിന്തിക്കുന്നത് ആ ഉപദേശത്തിന്റെ അർത്ഥമാണ് ഗ്രഹിക്കണേ, ഉപദേശിക്കുന്നവന്റെ ക്വാളിറ്റിയാണോ നോക്കണേ. ഉള്ളത് പറ ആ ഉപദേശിക്കുന്നതിന്റെ ക്വാളിറ്റി ഒക്കെ. ഇയാൾക്ക് എന്താ അധികാരമുണ്ട്? ഇയാളുടെ അപ്പം കള്ളുകുടിയനല്ലേ? ഇയാള് താൻ പോയി തൻ്റെ അപ്പനെ നന്നാക്കണോ എന്നല്ലേ ചോദിക്കുള്ളൂ. നമ്മളെല്ലാവരുടെയും നമ്മൾ വീട്ടിൽ ജയിക്കാൻ നോക്കണം എങ്ങനെയാ? നമ്മൾ വീട്ടിൽ ഭർത്താവിനെ അല്ലെങ്കിൽ ഭാര്യയെ അല്ലെങ്കിൽ മക്കളെ ജയിക്കാൻ നോക്കുന്നത് എങ്ങനെയാണ്? വഴക്കടിക്കുമ്പോൾ നമ്മൾ ഭർത്താവിൻ്റെയോ ഭാര്യയുടെയോ കഴിഞ്ഞ കാലങ്ങളിലെ ഒരു തെറ്റ് കൊണ്ടുവന്ന് ഫ്രണ്ടിലിടും. കണ്ടോ, തിന്മയെ തിന്മ കൊണ്ട് ജയിക്കുന്നു. ഫോർ എക്സാമ്പിൾ, ഭാര്യ പറയുകയാണ്, തന്നെ എന്തിനു കൊള്ളാവടോ, താന് എന്ത് തീരുമാനം എടുത്താലും തെറ്റാടോ. അപ്പൊ ഭർത്താവ് പറയാ, നീ 2 വർഷം മുമ്പ് മറ്റവൻ്റെ കൂടെ പോയാൽ എനിക്ക് ഞാൻ മറന്നു കരുതണ്ടാട്ടാ. കഴിഞ്ഞു, തീർന്നില്ലേ? അപ്പൊ അവളെന്ത് ചെയ്യും? തന്നെ കല്യാണം കഴിച്ച ഒരാഴ്ചയ്ക്ക് മുമ്പിൽ തന്റെ ഫോമിൽ ഞാൻ മറ്റേ പെണ്ണിന്റെ ഫോട്ടോ നോക്കി തനിക്ക് ഓർമ്മയുണ്ടോ? കഴിഞ്ഞു. എങ്ങനെയുണ്ട്? രണ്ടും മിണ്ടാണ്ടായി. നമ്മളെല്ലാം ജയിക്കുന്നത് അപരന്റെ കുറ്റങ്ങൾ, അവന്റെ കുറവുകൾ ചകഞ്ഞ് മാന്തിയെടുത്താൻ ജയിക്കുക. എത്ര നീചമായ പ്രതികാരമാണത്! ഒരുവന്റെ വീക്ക്നെസ്സിനെ കയറി പിടിച്ച് അവനെ തോപ്പിക്കുന്നത് ഭീരുക്കളാണ്. സാധാരണ നമ്മളിങ്ങനെ തോപ്പിക്കും കേട്ടോ. നീ ഇന്നലെ അങ്ങനെയായിരുന്നില്ലേ, നീ കഴിഞ്ഞ ആഴ്ച വീണില്ലേ, നീ അതിനു മുമ്പ് വീണില്ലേ, നമ്മളിങ്ങനെ തളർത്തിക്കളയും. ഒരിക്കലും നിങ്ങൾ ഭാര്യാഭർത്ത ബന്ധത്തിലായിക്കോട്ടെ, മക്കളുമായി ബന്ധപ്പെട്ട ബന്ധത്തിലായിക്കോട്ടെ, ഒരിക്കലും അവരുടെ ഇന്നലകളിലെ കുറവുകൾ എടുത്ത് പറയരുത്. അത് മറക്കണം. മറക്കാന്ന് പറഞ്ഞാൽ എന്താ? മനസ്സീന്ന് കളയണം. ചിലരിങ്ങനെ സൂക്ഷിച്ചു വെച്ചേക്കാണ്, ആവശ്യത്തിനെടുത്ത് കാണിക്കാൻ പറ്റില്ല. മറ്റേ മുഷിഞ്ഞ സോക്സ് പോലെ ആവശ്യം വരുമ്പോൾ എടുത്ത് കാണിക്കാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുകയാണ്. കയ്യിന്ന് കളഞ്ഞാൽ പോരാ, മനസ്സീന്ന് കുടഞ്ഞു കളയണം. ഞാൻ ഒരു ഉദാഹരണം പറയാം. നിങ്ങൾ തിങ്കളാഴ്ച സാമ്പാർ വയ്ക്കാൻ തീരുമാനിച്ചു. കായ, വെണ്ടയ്ക്ക, മുരിങ്ങാക്ക, വഴുതനങ്ങ, ചേന, എല്ലാം നിങ്ങൾ അരിഞ്ഞു വെച്ചു. ഇപ്പോൾ 2 തക്കാളി കുറവുണ്ട്. നിങ്ങൾ തക്കാളിക്കാണെങ്കിൽ കടയിൽ പോകാൻ നേരമില്ല. നിങ്ങൾ എന്ത് ചെയ്യും? സാമ്പാർ വയ്ക്കണ്ടേ? നിങ്ങൾ വെള്ളിയാഴ്ച വേസ്റ്റ് ബോക്സിലിട്ട തക്കാളി പറക്കി കൊണ്ടുവരുമോ? അല്ല, നമുക്ക് സാമ്പാർ വയ്ക്കണ്ടേ, കാര്യം നടത്തണമല്ലോ. ചെയ്യോ നിങ്ങൾ? ഇല്ല, ചെയ്യത്തില്ല. ഇതുപോലെ തന്നെ ഇന്നലകളിൽ ചീഞ്ഞളിഞ്ഞു പോയ പഴയ പ്രവൃത്തികളെ ജയിക്കാൻ വേണ്ടി നിങ്ങൾ മുമ്പിലിട്ട് നിങ്ങൾ അവരെ തോപ്പിക്കരുത് കേട്ടോ. അത് നാറ്റക്കേസാ. എത്ര പേരാന്നറിയാവോ ഇങ്ങനെ ഭർത്താവിനെ തോപ്പിക്കാൻ വേണ്ടി ഭർത്താവിൻ്റെ അമ്മയുടെ കുറ്റം, അപ്പൻ്റെ കുറ്റം, നാട്ടുകാർ ഇതെല്ലാം കൊണ്ടുവരിക. അല്ലെങ്കിൽ തൻ്റെ അപ്പൻ അങ്ങനെ ചെയ്തതല്ലോടോ, നിന്റെ അമ്മ അങ്ങനെ ചെയ്തതല്ലേ, തൻ്റെ അല്ലേ പിള്ളേർ, പിന്നെ എങ്ങനെ നന്നാവാനാണ്? അപ്പം കെട്ടിയവൻ പറയും, നീ പ്രസവിച്ചതല്ലേടി, നിന്റെ സ്വഭാവമല്ലേ കുട്ടി കാണിക്കത്തുള്ളൂ. അപ്പം അവൾ പറയും, തൻ്റെ അല്ലേ കൊച്ച്, തൻ്റെ അപ്പനല്ലേ നോക്കിയത്, ഞാൻ നാട്ടിലുണ്ടായില്ലല്ലോ, തൻ്റെ അമ്മയല്ലേ നോക്കിയേ. അപ്പം ആ കൊച്ചു തോറി പറയും. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി ഇട്ടിട്ട് അല്ലേ, തിന്മയ്ക്ക് പകരം തിന്മ, തിന്മയ്ക്ക് പകരം തിന്മ. എന്നിട്ട് എന്താ, 2 കൂടി അല്ലേ, തിന്മ വിതച്ചാൽ തിന്മ കൊയ്യും. എന്നാൽ ഒരാള് ശാന്തമായി മൗനമായി തൻ്റെ സഹനങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചാലോ, അവിടെ എന്തൊരു അഭിഷേകമായിരിക്കും നോക്കിക്കേ. ഇവിടെ ഈ ഹന്ന, ഇനി നമ്മൾ ഹന്നയിലേക്ക് തിരിച്ചു വരാം. ഈ ഹന്നനെ വല്ലാതെ ഈ പുരോഹിതൻ പ്രവോക്ക് ചെയ്യുന്നുണ്ട്.
നീ ഏതാ കുടിച്ചേക്കണത്, ഈ എന്നാ ലഹരിയാണ്, എപ്പം തുടങ്ങിയതാ കരച്ചിൽ, സാധാരണ കുടിയന്മാരാണ് ഇങ്ങനെ കരയണത്, നീ എന്തിനാ? അപ്പോൾ ആ ഹന്ന പറയുന്ന മനോഹരമായൊരു മറുപടി ഉണ്ട്, ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ഹന്ന പറയണക്ക്, എൻ്റെ ഗുരു ഉണ്ടോ, ഗുരു എന്നാ വിളിക്കണേ. ആ ബഹുമാനം പോയിട്ടില്ല. തന്നെ തെറ്റിദ്ധരിച്ച, കണ്ടോ, തന്നെ തെറ്റിദ്ധരിക്കുന്ന, തന്നെ കളിയാക്കുന്ന, തന്നെ പ്രവോക്ക് ചെയ്യുന്ന ഒരാളോട് എത്ര ശാന്തമായിട്ടാണ് ഹന്ന പ്രതികരിക്കുന്നത്. നോക്കിക്കേ, ഏലി പുരോഹിതൻ ഹന്നയോടുള്ള ആക്ഷൻ മോശമാണ്. ഏലി പുരോഹിതന്റെ ഹന്നയോടുള്ള ആക്ഷൻ വളരെ മോശമാണ്. പക്ഷേ ഹന്നയുടെ റിയാക്ഷൻ വളരെ ശാന്തമാണ്. നിങ്ങൾ താഴോട്ട് വായിക്കാം. അവൾ പറയുന്നുണ്ട്, അവൾ പറയുന്നത്, ഞാൻ വീഞ്ഞോ ലഹരി പാനീയമോ കഴിച്ചിട്ടില്ല. കർത്താവിൻ്റെ മുന്നിൽ എൻ്റെ ഹൃദയവികാരങ്ങൾ ഞാൻ പകരുകയായിരുന്നു. ഈ ദാസിയെ അധപ്പതിച്ച ഒരുവളായി വിചാരിക്കരുതേ. അല്ലേ, ഈ കാരുണ്യ പ്രവൃത്തികളിൽ ഒരു പ്രവൃത്തി ഏതാ? സംശയം മാറ്റുന്നത്. ഈ മനുഷ്യന്റെ സംശയം മാറ്റുന്നുണ്ട്. എത്ര ശാന്തമായിട്ടാണ് സംശയം മാറ്റുന്നത്, പൊട്ടിത്തെറിക്കാതെ, വഴക്കടിക്കാതെ. അപ്പൊ ഇത് ആർക്ക് ഏലിക്ക് മനസ്സിലായി. ഏലി എന്ത് ചെയ്തു? അവളെ ബ്ലെസ് ചെയ്യാണ്. ആ ബ്ലെസ്സിങ് ആണ് പിന്നീട് ഹന്നയ്ക്ക് ആരുണ്ടാകുന്നത്? സാമുവേൽ എന്ന പ്രവാചകൻ ഉണ്ടാകുന്നത്. ആ ബ്ലെസ്സിങ് വാങ്ങിച്ചതാണ്. ഹല്ലേലൂയ പറഞ്ഞ ഹല്ലേലൂയ. എൻ്റെ ചോദ്യം, ഈ ഹന്ന ഏലിയുമായി തർക്കിച്ച് പോയിരുന്നെങ്കിലോ? താൻ തൻ്റെ പിള്ളേരെ നന്നാക്കാൻ നോക്കടോ. അല്ല, ഇന്ന് ഒത്തിരി കുട്ടികളുണ്ട്, എന്നെ ആരും ഉപദേശിക്കണ്ട, അമ്മ നന്നാവാൻ നോക്കിയാൽ അപ്പൻ നന്നാവാൻ, അച്ഛൻ നന്നാവാൻ നോക്ക്, താൻ പോട് പാസ്റ്റർ നന്നാക്കാതെ എന്നെ നന്നാക്കാൻ വരണ്ട, താൻ ആദ്യം നമ്മളെപ്പോഴും നമുക്കൊരു നന്മ പറഞ്ഞു തരുന്നവരുടെ ഉള്ളിൽ നമുക്കെപ്പോഴും ഒരു നെഗറ്റീവ് ഉണ്ട്. ഇനി വേറെ ചില ആൾക്കാരുണ്ട് കേട്ടോ, അവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർക്ക് നന്മ പറഞ്ഞു കൊടുത്താൽ ഒരു കുഴപ്പമുള്ളത്, പിന്നെ നന്മ പറഞ്ഞവന് പറയാങ്ങ് പോകും, എന്നാൽ യേശുവിൻ്റെ അടുത്തേക്ക് പോവുകയല്ല. ഇപ്പൊ പുതിയൊരു ട്രെൻഡ് ഉണ്ട് നമ്മുടെ സഭയിൽ. എന്താണ്? ധ്യാനം കഴിഞ്ഞാൽ ആൾക്കാർ ധ്യാനഗുരുവിന്റെ പിന്നാലെ പോണേ, യേശുവിന്റെ പിന്നാലെ അല്ല. ഒരു ടോക്ക് കഴിഞ്ഞാൽ ഇറങ്ങി പോവാണ് ആൾക്കാർ. ആരുടെ കൂടെ? ആ ധ്യാനഗുരു ബ്രദറെ ഒന്ന് കൈവയ്ക്ക്, യേശുവിടെ ഇരിപ്പുണ്ട് ദിവ്യകാരുണ്യം, അത് വേണ്ട. അതായത് ആ മനുഷ്യൻ കാലത്ത് മുതൽ വൈകുന്നേരം വരെ ചങ്ക് പൊട്ടി പറഞ്ഞത് ആർക്ക് വേണ്ടിയിട്ടാ? ഈശോനെ കുറിച്ചാണ്. യേശുവിന്റെ പിറകെപ്പോ യേശുവാണ് സുഖപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞാലും ധ്യാനം കഴിഞ്ഞ ജനം നേരെ ഒഴുകിപ്പോ ധ്യാനഗുരുവിന് പിറകെ പോ, അയാളുടെ പിറകെ പോയി നടക്കുകയാണ്. ഇത്തിരി കഷ്ടം നോക്കി. ഒത്തിരി പേർക്ക് ഇപ്പം അബദ്ധം, ധ്യാനഗുരുവിന്റെ പിറകെ പോകുന്നത്. നിങ്ങള് ധ്യാനഗുരു പറഞ്ഞൊരാളുണ്ട്, ആരാത്? ഈശോ. ആളുടെ പിറകെ പോ. എന്നിട്ട് ധ്യാനഗുരുവിന്റെ ഫാൻസാണ്. ഈശോയോട് വർത്താനം പറയാൻ നേരമില്ല. ഒരു പ്രോബ്ലം വന്നാൽ യേശുവിന്റെ അടുത്തേക്കല്ല പോണത്, മറിച്ച് പ്രാർത്ഥനാ മുറിക്ക് യേശുവോട് വർത്താനം പറയുന്നത് പകരം ഫോൺ എടുക്കുകയാണ്. ബ്രദറെ എന്ന് പ്രാർത്ഥിച്ചേ എന്ന് പറഞ്ഞാൽ യേശുമായിട്ടൊരു കണക്ഷൻ ഇല്ലാണ്ടായി. അത് അപകടമാണ് കേട്ടോ, അപകടമാണ്. കാരണം എപ്പോഴും ഫോണിന്റെ തുമ്പത്ത് ധ്യാനഗുരുക്കന്മാരുണ്ടാവില്ല, ഒരു കൗൺസിലർ ഉണ്ടാവില്ല. അത്യാവശ്യ സന്ദർഭങ്ങളിൽ നിങ്ങൾ സഹായിക്കും, പക്ഷെ അതല്ല. ഓരോ കൗൺസിലേഴ്സും ഓരോ പുരോഹിതനും ഓരോ ധ്യാനഗുരുക്കന്മാരും നമ്മെ ക്രിസ്തുവിലേക്കാണ് എത്തിക്കുന്നത്. പക്ഷെ അവിടെ തൊടാതെ നിങ്ങൾ മാറി മറിഞ്ഞ് പിന്നെയും വ്യക്തിയെ കേന്ദ്രീകരിച്ചു പോയാൽ അത് ആത്മനാശം തന്നെ ഉണ്ടാക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഞാൻ പറയാൻ കാരണം, നിങ്ങൾക്ക് സ്നേഹിക്കുന്ന, അതായത് സ്നേഹം തന്നെയായ യേശുവുമായി ബന്ധമുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും സ്നേഹിക്കും. ക്ഷമാശീലനായ യേശുവുമായി ബന്ധമുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കും. സഹനശീലനായ യേശുവുമായി ബന്ധമുണ്ടെങ്കിൽ എന്തും സഹിക്കും. എന്നാൽ നിങ്ങൾക്കൊരു വ്യക്തിയുമായിട്ടാണ് ബന്ധമെങ്കിലോ, ധ്യാനഗുരുവുമായിട്ട് ബന്ധമെങ്കിലോ നിങ്ങൾ സ്നേഹിക്കത്തില്ല, ക്ഷമിക്കത്തില്ല. നിങ്ങളുടെ അകത്ത് യേശു അല്ല, ഒരു വ്യക്തിയെ നിങ്ങൾ പൂജിക്കുകയാണ്. അത് അപകടമാണ്. ക്രിസ്തുവിലെത്തണം നമ്മുടെ ഹൃദയം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്തായാലും ഇവിടെ ഈ ഹന്ന നമുക്കൊരു മാതൃക തരുകയാണ്. എന്താ മാതൃക തരുന്നത്?
ഈ തന്നെ പ്രൊവോക്ക് ചെയ്യുന്ന, തന്നെ കളിയാക്കുന്ന, തന്നോടുള്ള ആക്ഷൻ വളരെ മോശമാണ്. ബട്ട് ആ റിയാക്ഷൻ എത്ര മനോഹരമാണെന്ന് നോക്കിക്കേ. ആ റിയാക്ഷനിലൂടെ ആൾക്ക് എന്നാ കിട്ടി? ഒരു കുഞ്ഞിനെ ബ്ലെസ്ഡ് ആയി, അല്ലേ? സാമുവേൽ എന്ന പ്രവാചകനെ ദൈവം കൊടുക്കുകയാണ്. മറ്റൊരു കാര്യം കൂടി ഞാൻ ഓർപ്പിക്കുകയാണ്. നിങ്ങൾ പഴയ നിയമത്തിൽ ബൈബിളിൽ ജോസഫിൻ്റെ ഒരു പുസ്തകം വായിച്ച, ജോസഫ് ഉൽപ്പത്തി പുസ്തകത്തിൽ നിങ്ങൾ 40-ാം അധ്യായത്തിൽ ഉൽപ്പത്തി 40:15 ജോസഫിനോട് ജോസഫിൻ്റെ സഹ തടവുകാരൻ ചോദിക്കുന്ന ചോദ്യമുണ്ട്. ജോസഫ് ജയിലിൽ കിടക്കുകയാണ്. ജോസഫ് ജയിലിൽ കിടക്കുമ്പോൾ ജോസഫിനോട് സഹ തടവുകാരൻ ചോദ്യം ഇതാണ്: ജോസഫേ, നീ എങ്ങനെയാണ് ജയിലിൽ വന്ന് പെട്ടത്? കഥ നമുക്കറിയാമല്ലോ, കഥ ഞാൻ വിവരിക്കേണ്ട ആവശ്യമില്ല. ജോസഫ് എപ്പോഴാണ് ജയിലിൽ പോകാൻ കാരണം എന്നാ? കേസേതാണ് ജോസഫിന്റെ? കേസേതാണ്? പൊത്തിഫറിന്റെ ഭാര്യയെ പീഡിപ്പിക്കാൻ നോക്കി. കേസതാണ്. സതിൽ പീഡിപ്പിച്ചത് ആരാ? പൊത്തിഫറിന്റെ ഭാര്യ ജോസഫിനെ പീഡിപ്പിക്കാൻ നോക്കിയ. ആ ഭാവം എന്നിട്ട് ഓടിപ്പോയി. പക്ഷേ പക വിടണുണ്ടോ? അപ്പൊ ഈ ജോസഫിനോട് ചോദിക്കുകയാണ്, ജോസഫെ, നീ എങ്ങനെയായി? നീ ഹെബ്രായക്കാരനാണല്ലോ, ഹെബ്രായ നാട്ടുകാരനായി നീ എങ്ങനെയാണ് ഈജിപ്തിൽ വന്ന് പെട്ടത്? ജോസഫിന്റെ അനുഭവം നമുക്കറിയാം. ജോസഫ് കാലത്ത്, അല്ലേ, ഉച്ചയായപ്പോഴേക്കും തൻ്റെ സഹോദരങ്ങൾക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ജോസഫിന്റെ പാഠം 1 ശ്രദ്ധിച്ച് കേട്ടോ. ജോസഫ് വീട്ടിൽ നിന്ന് ഹൃദയം നിറയെ സ്നേഹവുമായിട്ട് സഹോദരങ്ങളെ കാണാൻ വേണ്ടി പോവുകയാണ്. അവിടെ ചെന്നപ്പോൾ ജോസഫിന് എന്താ കിട്ടിയത്? പറ. ജോസഫിന് ലഭിച്ച ആക്ഷൻ എന്തായിരുന്നു? സഹോദരങ്ങൾ ജോസഫിനെ, അല്ലേ, പൊട്ടക്കിണറ്റിലെറിഞ്ഞു. ശ്രദ്ധിച്ച് കേട്ടോ. ജോസഫിന് കിട്ടുന്ന ഓരോ ആക്ഷനും നെഗറ്റീവാണ്. ഹൃദയം നിറയെ സ്നേഹവുമായിട്ടാണ് ജോസഫ് പോകുന്നത്. ആഹാരം കൊടുക്കാനാ പോകുന്നത്. പക്ഷേ ഈ ആഹാരം കൊടുക്കാൻ പോകുന്ന ജോസഫിന്റെ ചങ്ക മുഴുവൻ സ്നേഹമാണ്. പക്ഷെ ചെന്ന് കയറുന്ന സ്ഥലം മോശമായി പോയി. സഹോദരങ്ങൾ ഉള്ളിൽ കിടക്കുന്ന എന്താണ്? അസൂയയാണ്. ചില ഭാര്യമാരെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ചില സ്ത്രീകള് ചങ്ക് നിറയെ സ്നേഹവുമായിട്ട് സ്വപ്നങ്ങളുമായിട്ട് എവിടെ ചെല്ലും? ഭർത്താവിന്റെ വീട്ടിൽ ചെല്ലും. ഭർത്താവ് വേറെ ലോകത്താ, പാവം. മനസ്സിലാകുന്നുണ്ടോ? ഈ ജോസഫിന്റെ സഹോദരങ്ങൾ ഉള്ളിൽ എന്തുണ്ട്? ജോസഫിനെ എവിടെ സ്നേഹമാണോ വിരോധമാണോ? അസൂയുണ്ട്, അല്ലേ? നമ്മൾ വായിക്കുമ്പോൾ കാണാൻ പറ്റും. എന്താണ്? ജോസഫിനോട് സഹോദരങ്ങൾക്ക് സൗമ്യമായി സംസാരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. കാരണം എന്താണ്? തങ്ങളെക്കാൾ അധികമായി ജോസഫിനെ യാക്കോബ് കൂടുതൽ സ്നേഹിക്കുന്നു. മാത്രമല്ല, ജോസഫിന് ഒരു നീണ്ട കുപ്പായം, ഒറ്റ നീണ്ട കുപ്പായം ഇവിടെ ഉള്ളി കിടക്കുക. ഞങ്ങളെക്കാൾ അധികമായി ജോസഫിന് നീണ്ട കുപ്പായം വാങ്ങിച്ചു കൊടുത്തു. ഇത് ഉള്ളി കിടക്കുന്നിടത്തോളം കാലം സഹോദരങ്ങൾക്ക് ജോസഫിനോട് സൗമ്യമായി സംസാരിക്കാൻ പറ്റുമോ? പറ്റില്ല. നിങ്ങൾക്കിന്ന് മക്കളോട്, ജീവിത പങ്കാളിയോട്, വീട്ടിലെ പ്രായം പപ്പായോട്, മമ്മിയോട് നിങ്ങൾക്ക് സൗമ്യമായി സംസാരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഓർത്തോ, എന്തോ ഒരു മുറിവ്, എന്തോ ഒരു കയ്പുള്ള ഓർമ്മ, ഏതോ ദഹിക്കാത്തൊരു സംഭവം ഉള്ളി കിടപ്പുണ്ട്. ഹല്ലേലൂയാ. ഒരു മുൻവിധി ഉള്ളി കിടപ്പുണ്ട്. എപ്പോഴും ഓർത്തോ. ജോസഫിനെ കാണുമ്പോൾ ഇവരെന്താ ഓർക്കുക? നീണ്ട കുപ്പായം. ഞങ്ങളെ സ്നേഹിക്കുന്നില്ല, ഇവനെയാ കൂടുതൽ സ്നേഹിക്കണേ. സാധാരണ ഞാൻ പറയാറുണ്ട്, ഈ പാരന്റിങ്ങിന് ക്ലാസ് എടുക്കാൻ വേണ്ടി ഇടവപ്പള്ളിയിലൊക്കെ പോകുമ്പോൾ ഞാൻ പറയാറുണ്ട്, ഒരിക്കലും മക്കളോട് അമിതമായി ഒരാളോട് പക്ഷപാതം കാണിക്കരുത്. നിങ്ങൾ ആരെയാണ് കൂടുതൽ സ്നേഹിക്കുന്നത്, ആ കുട്ടി നിങ്ങൾ കൊലയ്ക്ക് കൊടുക്കുകയാണ്. യാക്കോബ് ജോസഫിനെ അധികം സ്നേഹിച്ചപ്പോൾ സഹോദരങ്ങൾ ജോസഫിനെ അധികം വെറുത്തു. ചില വീടുകൾ അങ്ങനെയുണ്ട്. A+ കിട്ടിയ കുട്ടികൾ ഭയങ്കര സ്നേഹമാണ്. എന്നിട്ട് അതിന് ഒരു 2 മുട്ട എക്സ്ട്രാ കൊടുക്കും. ഈ പാവം തോറ്റുപോയി. എന്തോ കുഴപ്പമെന്ന് അറിയാവോ? ഈ A+ കിട്ടാത്തവൻ A+ കിട്ടിയ കുട്ടിയെ വെറുക്കും. സഹോദരങ്ങൾ തമ്മിൽ വെറുപ്പുണ്ടാവും. ഒരപ്പനും ഒരമ്മയും ഒരിക്കൽ പോലും, മാതാപിതാക്കൾ ഒരിക്കലും മക്കളോട് പക്ഷപാതം കാണിക്കരുത്. അല്പം സ്നേഹം കൂടുതൽ കാണിക്കരുത്. നിങ്ങൾ യാക്കോബിനെ പോലെ ജോസഫിനോട് സ്നേഹം കൂടുതൽ കാണിച്ചാൽ മറ്റു സഹോദരങ്ങളെല്ലാം കൂടി ജോസഫിനെ തല്ലിക്കൊല്ലും. അത് ചെയ്യരുത് കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കണം. യാക്കോബിന് അങ്ങനെ അബദ്ധം പറ്റിയിട്ടുണ്ട്. അങ്ങനെ ഹൃദയം നിറഞ്ഞ സ്നേഹവുമായി ജോസഫ് ചെല്ലുന്നു. പക്ഷേ അവിടെ ആ സ്നേഹം എന്നുള്ള ആൾക്കാരല്ല. ചില വീടുകൾ അങ്ങനെയാണ്.
ഭർത്താവ് ഹൃദയം നിറയെ സ്വപ്നങ്ങളുമായി കല്യാണം കഴിക്കുന്നു. പക്ഷേ ഭാര്യയുടെ ഉള്ളിൽ ആ സ്വപ്നമൊന്നുമില്ല, ആ സ്നേഹമൊന്നുമില്ല. എത്രയോ കുടുംബങ്ങൾ ഇങ്ങനെ ഹൃദയം നിറയെ സ്നേഹവുമായി ജോസഫിനെ പോലെ ചെന്നതാ, പക്ഷേ തല്ലിക്കൊഴിച്ച് താഴെ ഇട്ടു, എന്നിട്ട് പൊട്ടക്കിണറ്റിലിട്ടു, അവിടെ നിന്ന് വിറ്റു. ഈ അടുത്തിടെ ഒരു സഹോദരി പറഞ്ഞ ഓർക്കുകയാണ്, കല്യാണം കഴിഞ്ഞു 2 വർഷം കൊണ്ട് 40 പവനാണ് കെട്ടിയൻ വിറ്റ് തീർത്തത്. 40 പവൻ. ആ സ്ത്രീ പറയാ, എൻ്റെ ശരീരം നോക്കിയപ്പോഴേ ഒരു റോൾഡ് ഗോൾഡ് പോലും ഇല്ല, ഒരു കൊന്ത കിടപ്പുണ്ട്. 40 പവന് മഞ്ഞ് വീട്ടിൽ കയറി ചെന്നതാ. ജോസഫിനെ പോലെ ഹൃദയം നിറയെ സ്നേഹവും സ്വപ്നങ്ങളുമായി ചെന്നതാ. അയാൾക്ക് 2 കോടി രൂപ കടമുണ്ടായിരുന്നു. ആ കടം മുഴുവൻ ഉണ്ടോ, ഇവിടെ ചങ്ക് മുഴുവനും സ്നേഹമാണ്, അയാളുടെ ഉള്ളിൽ മുഴുവനും കടമാണ്. അയാൾ എന്ത് ചെയ്തു? എല്ലാം വിറ്റ് തൊലച്ചു. പക്ഷെ ആ പെൺകുട്ടി നല്ല ഒരു ഹൃദയവിശുദ്ധിയുള്ള കൊച്ചായതുകൊണ്ട് അതിനെ അവിടെയൊക്കെ ഈശോയുടെ സ്നേഹമുള്ളതുകൊണ്ട് ക്ഷമിക്കാനും സഹിക്കാനും മറക്കാനും പൊറുക്കാനും ഉള്ളിലുള്ളവൻ അവനെ സഹായിച്ചു ഈശോ. എത്രയോ ജോസഫ്മാർ നമ്മുടെ നാട്ടിലുണ്ടെന്നറിയാവോ? ഒരുപാട് സ്വപ്നങ്ങളുമായി ജീവിതം ആരംഭിച്ചിട്ട് കൂടെയുള്ളവർ തല്ലി തകർത്ത് പൊട്ടക്കിണറിലേക്ക് തള്ളിയ എത്രയോ കുടുംബങ്ങളുണ്ട്. എന്തായാലും ജോസഫ് പൊട്ടക്കിണ്ടി കിടക്കുന്നു, അവിടെ നിന്ന് വിൽക്കുന്നു, പിന്നീട് അവിടേക്ക് ചെല്ലുന്നു, ഈജിപ്തിലെത്തുന്നു, അടിമയാക്കപ്പെടുന്നു, പിന്നീട് പെണ്ണ് കേസിൽ പ്രതിയാക്കപ്പെടുന്നു. ജോസഫ് അതൊക്കെ നമുക്കറിയാം. ഈ അവസ്ഥയിലാണ് ജോസഫ് ജയിലിൽ കിടക്കുന്നത്. ആ ജോസഫിനോട് ചോദിക്കുകയാണ്, നീ എങ്ങനെയാണ് ഇവിടെ വന്നത്? എൻ്റെ ഒരു ചോദ്യം നിങ്ങളോടാണ്. നിങ്ങളാണ് ആ സ്ഥാനത്ത് ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ഉത്തരം പറയും? പറ. നിങ്ങളോട് ചോദിക്കുകയാണ്, നീ ഈ നാട്ടുകാരനല്ലല്ലോ, എങ്ങനെയാണ് ഈജിപ്തിൽ വന്ന് പെട്ടത്, ഈ ജയിലിൽ എങ്ങനെ വന്ന് പെട്ടു എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ ഉത്തരം പറയാം? ആദ്യം എന്താ ഉത്തരം പറയും? നിങ്ങൾ പറയും, വാ ഇരിക്കി പറയാം. നീണ്ട കഥയാണ് മോനെ. തുടങ്ങുന്നത് എൻ്റെ സഹോദരങ്ങളിൽ നിന്നാണ്. എനിക്ക് കുറച്ച് സഹോദരങ്ങളുണ്ടായിരുന്നു, മെനകെട്ടവന്മാര്, ദുഷ്ടരാ. എനിക്കറിയോ, ഞാൻ എൻ്റെ ഹൃദയം മുഴുവൻ നിറയെ സ്നേഹവുമായി ഭക്ഷണവുമായി അവർ ചെന്നപ്പോൾ അവരെന്നെ ചവിട്ടിക്കൂട്ടി. ഞാൻ മറന്നിട്ടില്ല, വിടില്ല ഞാൻ അവരെ. ഇവിടെ ഞാൻ പുറത്തിറങ്ങൂലോ. അപ്പൊ അയാൾ ചോദിക്കുക, അല്ല അത് നിന്റെ നാട്ടിലല്ലേ, ഇത് ഈജിപ്തിൽ എങ്ങനെ വന്ന് വിട്ടു ജയിലില്? അപ്പൊ അടുത്ത ഡയലോഗ്, ഇവിടെ പൊത്തിഫറിന്റെ ഭാര്യ പെണ്ണുമ്പിള്ളയില്ലേ, അവൾക്ക് കാമപ്രാന്താട്ടോ, കാമപ്രാന്ത്. അവൾ എന്നെ പീഡിപ്പിക്കാൻ നോക്കിയതാ, ഞാൻ രക്ഷപ്പെട്ട് ഓടി, എന്നെ കിട്ടിയില്ല. അവളുടെ ആ കാമപ്രാന്ത് തീർക്കാൻ വേണ്ടിയിട്ട് എന്നെ അവള് അറസ്റ്റ് ചെയ്യിപ്പിച്ചതാ. വെച്ചിട്ടുണ്ട് ഞാൻ, അവൾക്ക് ഞാൻ കൊടുക്കും, പുറത്തിറങ്ങട്ടെ, അവളുടെ പ്രാന്ത് ഞാൻ തീർക്കണുണ്ട് എന്ന് പറയും അല്ലേ. പിന്നെ നമ്മൾ കുറേയൊക്കെ പറഞ്ഞു കൂട്ടും. നിങ്ങൾ ആ 40-ാം അധ്യായം എടുത്ത് വായിക്കുമ്പോൾ, ഉൽപ്പത്തി 40:15 എടുത്ത് വായിക്കാവോ? ഒന്ന് വായിച്ചു നോക്കിക്കേ. ഇതൊന്നും ജോസഫ് പറയുന്നില്ല എന്നുള്ളതാണ് ജോസഫിന്റെ വിശുദ്ധി. ജോസഫ് പറയുന്ന വാക്ക് മനോഹരാണ്. നിങ്ങൾ ഉൽപ്പത്തി 40:15, ഹെബ്രായരുടെ നാട്ടിൽ നിന്ന് അവർ എന്നെ മോഷ്ടിച്ചു കൊണ്ടുവന്നതാണ്, ഇവിടെയും അവരെന്നെ ഇരുട്ടറയിൽ അടയ്ക്കത്തക്കതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. കഴിഞ്ഞു. നിങ്ങൾ നോക്കിക്കേ, ഒരു മനുഷ്യൻ തൻ്റെ വീട്ടിൽ നിന്ന് സ്നേഹവുമായി ഭക്ഷണവുമായി പോയതാ, പിന്നെ വീട്ടിൽ കയറിയിട്ടില്ല മനുഷ്യൻ. സഹനം തന്നെ സഹനം, ദുരിതം തന്നെ ദുരിതം, അടിയും പീഡനവും തെറ്റിദ്ധാരണം മാനഹാനി എല്ലാം ഉണ്ട്. ഈ മനുഷ്യനൊന്നും പറയുന്നില്ല. അയാൾ എന്താ പറഞ്ഞത്? കള്ളന്മാര് കൊണ്ടുവന്നതാ. നോക്കിക്കേ, തൻ്റെ സഹോദരങ്ങളെ പറ്റി ഒരു അക്ഷരം മിണ്ടുന്നില്ല. പൊത്തിഫറിന്റെ ഭാര്യ മോശക്കാരിയാണെന്ന് പറഞ്ഞ് മിണ്ടുന്നില്ല. തൻ്റെ ഈ വാക്കുകൊണ്ട് ഒരാളെ പോലും നോവിക്കാതെ തൻ്റെ സഹനങ്ങളെ വേദനകളെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരു മനുഷ്യൻ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമ്മളാണെങ്കിൽ എന്തോലും പരാതി പറയുമല്ലേ. പക്ഷെ അതുകൊണ്ട് എന്താ ഗുണം കിട്ടിയത്? ഈ മനുഷ്യൻ ഈജിപ്തിന്റെ 2ാമത്തെ ആളായി അല്ലെ, പ്രധാനമന്ത്രിയായി ഉയർത്തപ്പെട്ടു, ആ രാജ്യം ഭരിച്ചു. ഹല്ലേലൂയാ. അതുകൊണ്ട് തീർന്നോ? സഹോദരങ്ങൾ മുഴുവൻ അദ്ദേഹത്തെ എന്താ ചെയ്ത് അല്ലെ, തന്നോടുള്ള സഹോദരങ്ങളുടെ ആക്ഷൻ മുഴുവനും നെഗറ്റീവായിരുന്നു. ബട്ട് ജോസഫ് എന്താ ചെയ്തത്? പിന്നീട് അവരെയും, നിങ്ങൾ ആ ഉൽപ്പത്തി 50 എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ ക്ലൈമാക്സ് ആണ്. ജോസഫിന്റെ ആ ഒരു ഡയലോഗുണ്ട് 50:19, ഉൽപ്പത്തി 50:19. ജോസഫ് എന്താ പറയുന്നത് നോക്കിട്ടോ. നിങ്ങൾ ഓർക്കണം,
ജോസഫിനോട് കാണിച്ച എല്ലാ ആക്ഷനും നെഗറ്റീവാണ്. ബട്ട് ജോസഫിൽ നിന്ന് വരുന്ന റിയാക്ഷൻ എത്ര ഹോളിയാണെന്ന് നോക്കിക്കേ. ഹോളി ഹോളി വായിച്ചേക്ക് നിങ്ങൾ. ജോസഫ് പറഞ്ഞു, നിങ്ങൾ പേടിക്കണ്ട. ആരോടെ പറയുന്നതറിയോ? തങ്ങളെ ഉപദ്രവിച്ച സഹോദരങ്ങളോടാ പറയണം, നിങ്ങൾ പേടിക്കണ്ട, ഞാൻ ദൈവത്തിന്റെ സ്ഥാനത്താണോ? നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു, പക്ഷേ അത് ദൈവം നന്മയാക്കി മാറ്റി. തിന്മയെ നന്മ കൊണ്ട് തോപ്പിക്കണുണ്ടോ? അടുത്ത വാക്ക് വായിച്ചു നിങ്ങൾ. ഇന്ന് കാണുന്നത് പോലെ അനേകം പേരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് അവിടെ നിന്ന് അത് ചെയ്തത്. അതുകൊണ്ട് ഭയപ്പെടേണ്ട, നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഞാൻ പോറ്റിക്കൊള്ളാം. അങ്ങനെ അവൻ അവരെ ധൈര്യപ്പെടുത്തുകയും സാന്ത്വനപ്പെടുത്തുകയും ചെയ്തു. ഹല്ലേലൂയ. തന്നെ ചതിച്ചവരെ സാന്ത്വനപ്പെടുത്തുന്നു. നോക്കൂ, തന്നോടുള്ള എല്ലാ ആക്ഷനും നെഗറ്റീവായിരുന്നു, പക്ഷേ തൻ്റെ റിയാക്ഷൻ വളരെ പോസിറ്റീവാണ്. ഹല്ലേലൂയ. പറയണ കേട്ടോ, എന്നെ പൊട്ടക്കിൻ്റിൽ എറിഞ്ഞ സഹോദര, നിങ്ങളുടെ ഭാര്യനെയും പിള്ളേരെ ഞാൻ നോക്കിക്കോളാം, വിഷമിക്കേണ്ടെന്ന്. ജോസഫിൻ്റെ ഉള്ളിലെ സ്നേഹം കണ്ടോ? നന്മ കണ്ടോ? നമ്മുടെ ഒരു പ്രശ്നം എന്ന് പറയാം, ഒന്ന് നമുക്ക് നന്മ കൊണ്ട് കീഴടക്കണമെങ്കിൽ ആദ്യം, ഏത് തിന്മയും നന്മ കൊണ്ട് കീഴടക്കണമെങ്കിൽ നമുക്ക് ആദ്യം നമ്മുടെ അകത്തൊരു നന്മയുടെ സമ്പത്ത് വേണം, അല്ലേ? നന്മ കാണാനുള്ള, അല്ലെ? ഗലാത്യ 5:22 ഒരു വാക്ക് കൊടുത്തിട്ടുണ്ടെന്ന്. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളാണ് ഒന്ന് സ്നേഹം, അല്ലേ? അതിലൊരു വാക്കാണ് എന്ത്? നന്മ. നമുക്ക് നന്മ കാണാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് വേറൊരു വശം. നമ്മൾ മറ്റൊരാളിൽ തിന്മ കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മുടെ ഉള്ളിൽ ആ തിന്മ ഒരറ്റം നമ്മുടെ ഉള്ളിൽ കിടക്കുന്നതുകൊണ്ടാണ്. ഹല്ലേലൂയ. ഞാൻ എൻ്റെ ഉള്ളിലുള്ളതേ ഞാൻ കാണുള്ളൂ, എനിക്ക് ഇഷ്ടമുള്ളതേ ഞാൻ കാണുള്ളൂ, അല്ലേ? നമ്മൾ ഒരു വ്യക്തിയിൽ 99 നന്മയുണ്ടെന്ന് കരുതുക, ഒരു തിന്മ അയാളിൽ ഉണ്ടെന്നും കരുതുക. ഞാൻ തിന്മയാണ് കാണുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? എനിക്ക് തിന്മയാണ് ഇഷ്ടം. എന്നാൽ എനിക്ക് ഒരു വ്യക്തിയിൽ 99 തിന്മയാണ്, ഒരു നന്മയുള്ളൂ. എൻ്റെ അകത്ത് നന്മയുണ്ടെങ്കിൽ ഞാൻ ആ 99 തിന്മയും കാണത്തില്ല, മറിച്ച് എന്ത് കാണും? ഒരൊറ്റ നന്മ കാണും. നമ്മളെപ്പോഴും നമുക്ക് ഇഷ്ടമുള്ളതാണ് മറ്റുള്ളവരിൽ കാണുന്നത്. ഹല്ലേലൂയ. നമുക്ക് നന്മയോട് സ്നേഹമുണ്ടെങ്കിൽ നന്മ കാണും. ഇവിടെ ഈ നന്മയുടെ സമ്പത്ത് നമ്മുടെ ഉള്ളിൽ വേണം. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ നോക്കൂ, ആബേലിന്റെ ബലിയിൽ ദൈവം പ്രസാദിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടത് ആരായിരുന്നു? പറ. ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടത് ആരാ? കായേൻ. ആ നന്മ കണ്ട് സന്തോഷിക്കാൻ പറ്റിയോ? പറ്റിയില്ലെന്ന് മാത്രമല്ല, ഈ മനുഷ്യൻ, അല്ലേ, ഈ കായേൻ ബലിയർപ്പിച്ച് 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 കൊലപാതകിയായിട്ട് മാറി. എന്ത് വിരോധാഭാസം അല്ലേ? ദിവസേന പോയി ബലിയർപ്പിക്കുന്ന കായേൻ പോയി കൊലപാതകിയാവുക. അകത്ത് എന്ത് കയറി പറ്റിയിട്ടുണ്ട്? അസൂയ കയറി പറ്റിയിട്ടുണ്ട്. യുദ്ധം ജയിച്ചു വന്ന ദാവീദിനെ കണ്ടപ്പോ സാവൂളിന് സന്തോഷമല്ല തോന്നിയത്. എന്താ തോന്നിയത്? അസൂയ. ഇവൻ എന്നെക്കാളും വലിയ ആളായോ? അതായത് നന്മ കാണാനുള്ള മനസ്സ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ കുട്ടികളാണെങ്കിൽ പോലും 50ൽ 25 മാർക്ക് വാങ്ങിക്കുന്ന കുട്ടിക്ക് ആ 25 മാർക്ക് വാങ്ങാനുള്ള നന്മയുണ്ടല്ലോ, അല്ലേ? വേണ്ട, അവന് സ്കൂളിൽ ഇപ്പോൾ 1 മാർക്ക് വാങ്ങിച്ചതിന് കരുതിക്കോ, 50ൽ 1 മാർക്ക്, ആ 1 മാർക്കൊരു നന്മയല്ലേ? ആ നന്മ ഈ സാധാരണ കാരണന്മാർ പറയുന്നൊരു ഭാഷയുണ്ട്. എന്താണ്? മക്കളെ നമ്മൾ ഗുണദോഷിക്കണം. ആദ്യം എന്ത് പറയണം? ഗുണം പറയണം. നമ്മൾ പറയാറുണ്ടോ? നമ്മളെപ്പോഴും ദോഷമേ പറയുള്ളൂ. 50ൽ 1 മാർക്ക് വാങ്ങിച്ചവന് 1 മാർക്ക് വാങ്ങാനുള്ള നന്മയുണ്ടായില്ലേ? ആ 1 മാർക്ക് എടുത്ത് പറഞ്ഞിട്ട് ബാക്കി ദോഷം പറ. പക്ഷെ നമുക്ക് ഇഷ്ടം എന്താണ്? തിന്മ പറയുമ്പോൾ ഒരു സുഖമുണ്ട് നമുക്ക്, കേൾക്കുമ്പോഴൊരു സുഖമുണ്ട്, പറയുമ്പോഴൊരു സുഖമുണ്ട്. മറ്റുള്ളവന്റെ കുറ്റങ്ങൾ പറയുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു സുഖമുണ്ട്. ചിലർക്ക് വേദനയാണ്, വേദന കൊണ്ട് പറയുന്നവരുണ്ട്. കാരണം സമൂഹത്തിന്റെ ഈ ജീർണത കാണുമ്പോൾ ചങ്ക് തകർന്ന് പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ചില പ്രവാചകന്മാരെ പോലെ സമൂഹത്തിന്റെ സഭയുടെ ജീർണത കാണുമ്പോൾ, ജനം വഴിയേറ്റിപ്പോണ കാണുമ്പോൾ ചങ്ക് തകരുന്ന നല്ല മനുഷ്യരുണ്ട്. അതാണ് ഈശോ പറഞ്ഞ വാക്ക്, നീതിക്ക് വേണ്ടി വിശക്കുന്നവര്, നീതിക്ക് വേണ്ടി ദാഹിക്കുന്നവര്. വേറൊരു നീതി ഉണ്ടല്ലോ, ലാസ്റ്റ് ഈശോ പറയുന്നുണ്ട് മലയിലെ പ്രസംഗത്തിൽ. എന്താണ്? നീതിക്ക് വേണ്ടി പീഡനമേൽക്കുന്നവര്. 3 കാര്യമാണ്: നീതിക്ക് വേണ്ടി വിശക്കുക, നീതിക്ക് വേണ്ടി ദാഹിക്കുക, നീതിക്ക് വേണ്ടി പീഡനം ഏൽക്കുക.
ഈ ആദ്യത്തെ നീതി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നമ്മുടെ സാമൂഹിക നീതിയുണ്ട്, ദൈവത്തോടുള്ള നീതിയുണ്ട്, പല നീതികളുണ്ട്. അവസാന നീതി എന്നറിയാവോ? അത് സുവിശേഷ മൂല്യങ്ങൾക്ക് വേണ്ടി ജീവിക്കാനുള്ള നീതിയാണ് പീഡനം കേൾക്കുന്നത്. നമുക്ക് നന്മ കാണാനും നന്മ കാണാൻ കഴിയണം, നമ്മുടെ ഉള്ളിൽ നന്മ വളർത്തണം. അതുകൊണ്ടാണ് പറയുക, തിന്മ നമുക്ക് നേരെ വരുമ്പോൾ ഒരു അവഹേളനം, ഒരു നിന്ദനം, ഒരു പരിഹാസം, നമ്മളെ കൊച്ചാക്കുന്ന ചില പ്രവർത്തികൾ, ചില കാര്യങ്ങൾ വരുമ്പോൾ അതിനെ അതേ രീതിയിൽ തന്നെ നമ്മൾ അടിച്ചു താത്താതെ നമ്മിലെ നന്മ കൊണ്ട്, നമ്മിലെ സ്നേഹം കൊണ്ടാണ് അതിനെ നമ്മൾ ഇല്ലാതാക്കേണ്ടത്. ഈ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതിൽ നമുക്ക് വേണ്ട കൃപയുടെ പേരാണ് എന്ത്? ആത്മശക്തി എന്ന് പറയാവോ? ആത്മശക്തി. ആത്മശക്തി എന്താണ് ആത്മശക്തി എന്ന് പറഞ്ഞാൽ? പിശാചിനെയും പിശാചിന്റെ പ്രലോഭനങ്ങളെയും അതിന് മുൻപിൽ കീഴടങ്ങാതെ അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകുവാനുള്ള ശക്തിയാണ് ആത്മശക്തി എന്ന് പറയുന്നത്. പിശാചിന്റെ പ്രലോഭനങ്ങൾക്ക് കീഴടങ്ങാതെ അതിനെ കീഴടക്കാനുള്ള ഒരു ശക്തിയുടെ പേരാണ് ആത്മശക്തി എന്ന് പറയുന്നത്. ഈ ശക്തി ഉണ്ടായത് കൊണ്ടാണ് ജോസഫ് പൊത്തിഫറിന്റെ ഭാര്യ നിരന്തരം ക്ഷണിച്ചു ബെഡ്റൂമിലേക്ക്. അവിടെ എഴുതിച്ചു ബൈബിളുണ്ട്, ദിവസേന കാണുമ്പോൾ ജോസഫ് വിളിക്കും, വാ 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 എന്ന് വിളിക്കും. ജോസഫ് പോയോ? ആത്മശക്തി. കണ്ടോ? അവസാനം അവളെ എന്ത് ചെയ്തു? ജോസഫിന്റെ ഉടുപ്പുമൊക്കെ അവർ പിടിച്ചു. ജോസഫ് ഇറങ്ങി ഓടി. ആത്മശക്തിയാണ്. സൂസന്നയെ കൊടുക്കാൻ നോക്കിയില്ലേ 2 ശ്രേഷ്ഠന്മാര്? അവൾ കുടുങ്ങി പോയാനെ, പക്ഷെ വീണോ? ഇല്ല. ആത്മശക്തി. മരിയ കൊരത്തി അല്ലേ? മരിയ കൊരത്തിനെ അലക്സാണ്ടർ കഠാരയെടുത്താണ് ഭീഷണിപ്പെടുത്തുന്നത്. വീണുപോയോ? ഇല്ല. ആത്മശക്തി. 14 കുത്ത് ഏറ്റുവാങ്ങാനുള്ള ചങ്കുറ്റം ആത്മശക്തി അവൾക്കുണ്ടായിരുന്നു. ആത്മശക്തി ഉണ്ടെങ്കിലേ നമുക്ക് ഏത് തിന്മയെയും, ആ തിന്മയുടെ ഓരോ പ്രകോപനങ്ങളെയും നമുക്ക് അതിജീവിക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ കൂടുതൽ പ്രാർത്ഥിക്കേണ്ട അങ്ങനെ ഒരു വിഷയത്തെ പറ്റിയാണ്. ആത്മശക്തി നിറയണം. അങ്ങനെ നിറഞ്ഞത് ഗുണം എന്നറിയാവോ? ഈ ആത്മശക്തി നിറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗുണമുള്ളത്, നമ്മുടെ ഏത് ചെറിയ ചെറിയ കാര്യങ്ങളിലും വലിയ സ്നേഹം കൊടുത്ത് ചെയ്യാൻ പറ്റും. ഏത് ചെറിയ ചെറിയ കാര്യങ്ങളിലും വലിയ സ്നേഹം കൊടുത്ത് ചെയ്യാൻ പറ്റും നമുക്ക്. അമ്മമാർക്ക് അടുക്കളയിൽ എപ്പോഴും പരാതി പുറകുറുപ്പല്ലേ അല്ലേ? ഇച്ചിരി പണി കൂടി കഴിഞ്ഞാൽ അപ്പം പരാതി പറയും അല്ലേ? കാരണം ഡൈനിങ് ടേബിൾ അടിച്ചു വൃത്തിയാക്കിയിട്ട് അടുക്കളയിൽ ഇപ്പോൾ തിരിച്ചു വരുമ്പോൾ ഡൈനിങ് ടേബിളിൽ വീണ്ടും ചായ പറഞ്ഞു കിടക്കുക അല്ലേ? അതൊന്ന് വൃത്തിയാക്കി പുറത്തേക്ക് ഒരു വീട് കളിപ്പാട്ട് അവിടെ വാരിട്ടേക്കണം, വീണ്ടും ഭ്രാന്താവും. അതൊന്ന് അടക്കി പറക്കി വെക്കുമ്പോഴേക്കും കൊച്ച് മുറ്റത്തെ ചെളി എടുത്ത് സിറ്റ് ഔട്ട് എറിയും. അത് വീണ്ടും അപ്പം അമ്മയ്ക്ക് ഭ്രാന്താവും അല്ലേ? അങ്ങനെയാണ് വീടുകളിൽ കാണാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് പഠിപ്പിക്കാൻ ചെല്ലും, അപ്പം ദേഷ്യം വരും. അപ്പൊ ഈ അമ്മയ്ക്ക് ഇതിനെ വളരെ ശാന്തമായി കൈകാര്യം ചെയ്യണ എന്നാ വേണം? ആത്മശക്തി വേണം. കാരണം ആത്മാവിന് ശക്തി ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ എപ്പോഴും ഇങ്ങനെ വായിട്ടലിച്ചുകൊണ്ടിരിക്കുന്നത്. പരാതി, പെറുപെറുപ്പ്, അല്ലെങ്കിൽ എപ്പോഴും സ്വയം ഇങ്ങനെ എന്താണ്, ഓ ഞാൻ മടുത്തു, എന്നെ കൊണ്ട് വയ്യ, ഞാൻ ഇവിടുന്ന് ഇറങ്ങിപ്പോകും, ഇവിടുന്ന് ഞാൻ എന്നെ കൊണ്ട് വയ്യ. നിങ്ങളുടെ ആത്മാവിന് ശക്തി ചോർന്നു പോകുന്നതുകൊണ്ട് അങ്ങനെ പറയുന്നത്. ഹല്ലേലൂയാ. ഇവിടെ എന്തോരം പണിയാ, എന്നെ കൊണ്ട് വയ്യ. ചില അപ്പച്ചന്മാര് പറയാറില്ലേ, ഞാൻ ഈ ഉണ്ടാക്കുന്നത് മുഴുവനും ഈ കുടുംബത്തെ ഇങ്ങ് എത്തുന്നില്ലല്ലോ ദൈവമേ. അപ്പൊ ഇന്നലെ നിനക്ക് 1000 ഞാൻ തന്നില്ലേ പാപ്പ, അത് ഫീസ് അടച്ചില്ലേ പാപ്പ? അപ്പൊ ഇന്ന് മിനിഞ്ഞാൻ തന്ന പൈസയോ പാപ്പ? അത് പാലിന് കൊടുത്തില്ലേ പാപ്പ? അപ്പൊ കഴിഞ്ഞ ആഴ്ച തന്ന പൈസയോ? ആകെ നിരാശ. കാരണം എന്താ? ഒന്നും കയ്യിലില്ല. ആത്മശക്തി ഉണ്ടെങ്കിൽ ഏത് പ്രകോപനങ്ങളെയും പ്രലോഭനങ്ങളെയും നമുക്ക് അതിജീവിക്കും, വളരെ ശാന്തമായി കൈകാര്യം ചെയ്യാൻ പറ്റും. ഹല്ലേലൂയാ. വിശുദ്ധ കൊത്രേസ്യ ഒരിക്കല് ഇങ്ങനെ തുണി അലക്കാൻ വേണ്ടി അലക്കലിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഒരു കന്യാസ്ത്രീ അവിടെ ഇരുന്നിട്ട് അലക്കുകയാണ്. അപ്പൊ ഈ ത്രേസ്യ വരുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ ആള് പയ്യെ ഇങ്ങനെ ചെരിഞ്ഞിട്ട് ത്രേസ്യയുടെ മുഖത്തേക്ക് വെള്ളം അടിക്കാവുന്ന വിധത്തിൽ തുണി അടിച്ച് അലക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ തുണിയിലെ വെള്ളം തെറിച്ച് ഈ ത്രേസ്യയുടെ മുഖത്തേക്ക് വരികയാണ്. അപ്പൊ ത്രേസ്യ പറയുന്നതാണ്, എൻ്റെ മുഖത്തേക്ക് വെള്ളം വീഴാൻ വേണ്ടിയിട്ടാണ് ആ സിസ്റ്റർ അടിച്ചുകൊണ്ടിരിക്കുന്നത്, എനിക്ക് മനസ്സിലായി. ഞാൻ എന്ത് ചെയ്യുന്നറിയാവോ? വീഴാൻ മാതി കുറച്ചുകൂടി അടുത്തേക്ക് നിന്നു കൊടുത്തു. ഹല്ലേലൂയ. വേണ്ട, തൻ്റെ സ്നേഹം വറ്റിപ്പോകാൻ പോയി നിൽക്കണ വേണ്ട. നമ്മളെ അപ്പം തന്നെ പ്രാകും, ഇതിന് എന്തിൻ്റെ സൂക്കേടാണ് അപ്പ അല്ലേ? അങ്ങനെ കുറെ സൂക്കേടുള്ളവരെ വേണം നമുക്ക് വിശുദ്ധരാകണമെങ്കിൽ കേട്ടോ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമ്മൾ ഇങ്ങനെ ഇടയ്ക്കിടെ ഇങ്ങനെ പ്രകോപ്പ് ചെയ്യാൻ അതിലൊക്കെ വേണ്ടേ? അതിലൊക്കെ വേണം നമ്മളിങ്ങനെ പ്രൊവോക്ക് ചെയ്യാനായിട്ട്. അപ്പോഴേ നമുക്ക് ആത്മാവിന് കരുത്തുണ്ടെന്ന് അറിയാൻ പറ്റുള്ളൂ.
അതായത് ഏറ്റവും ചെറിയ കാര്യങ്ങളിൽ പോലും വലിയ സ്നേഹം കൊടുക്കുക. ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും വലിയ സ്നേഹം കൊടുക്കുക. ഒരു പാത്രം കഴുകുകയാണോ, അത് സ്നേഹത്തോടെ ഒന്ന് കഴുകി നോക്കിക്കേ. ഈശോയെ, ഞാൻ ഈ പാത്രം കഴുകുകയാണേ. ഞാൻ ഈ പാത്രം കഴുകുമ്പോൾ 5 പിള്ളേരുടെ ഉണ്ട്, കെട്ടിയോൻ്റെ ഉണ്ട്, അപ്പാപ്പൻ്റെ ഉണ്ട്, അമ്മൂമ്മയുടെ ഉണ്ട്, നാട്ടുകാരെയും കൂടി ഉണ്ട്. എല്ലാം കൂടി ഞാൻ കഴുകുകയാണേ. അപ്പോൾ എന്ത് ചെയ്യണം? ഈശോയെ, ഞാൻ ഈ പാത്രം കഴുകുന്നത് പോലെ എൻ്റെ ഹൃദയം കഴുകണമേ. ഞാൻ ഈ പാത്രം കഴുകുന്നത് പോലെ. എന്ത് രസമായിരിക്കും ഇതിപ്പോൾ. അങ്ങനെയാണോ? അവിടെ തിന്നു ഇവിടെ തിന്നു, പിള്ളേർ അങ്ങോട്ട് പറഞ്ഞു ഇങ്ങോട്ട് പറഞ്ഞു, ഒച്ചപ്പാട് ബഹളമാണ് അല്ലേ? എന്തെല്ലാം ബഹളമാണ്. കൊച്ചു പറഞ്ഞു, പാപ്പ മമ്മി എനിക്ക് പുട്ട് വേണ്ട, എനിക്ക് ദോശ മതി. അമ്മ പറഞ്ഞു, എനിക്ക് നീ പുട്ട് തിന്നാ മതി. കൊച്ചു കരച്ചിൽ തുടങ്ങി. എന്ത് ചെയ്യണം? വിഷമിക്കാതെ പോയിട്ട് ആ ഗ്യാസ് ഓൺ ചെയ്യുമ്പോൾ, ഈശോയെ ഗ്യാസ് ഓൺ ചെയ്യാണ്, എൻ്റെ അകത്ത് ദൈവസ്നേഹത്തിൻ്റെ അഗ്നി കത്തിക്കണമേ. ചുട്ടകത്ത് അവിടെയും കത്തി ഇവിടെയും കത്തി, അല്ലെങ്കിലോ വീട് മൊത്തം കത്തും. അതുകൊണ്ടാണ് ഈ പറയണേ. ആ ദോശ ഇട്ട് കൊടുത്തു. ആ കൊടുത്തു നോക്കി, ആ പാത്രം കഴുകി, അല്ലെങ്കിൽ ആ പുല്ല് പറിച്ചു. ഈശോയെ, ഞാൻ ഈ പുല്ല് പറിക്കുകയാണ്, എൻ്റെ ഉള്ളിൽ നിന്ന് പാപത്തിൻ്റെ എല്ലാ പുല്ലും നീ പറിച്ചു കളയണം കേട്ടോ. അവിടെയും പുല്ല് പറിച്ചു, അകത്തും പുല്ല് പറ, ഉള്ളിലും പുറത്തും അകത്തും പുല്ല് പറിക്കുന്നു. ഹല്ലേലൂയ. തുണി അലക്കുന്നു. ഈശോയെ, ഞാൻ ഈ തുണി അലക്കുമ്പോൾ കറയെല്ലാം പോകുന്നുണ്ടല്ലോ, ഇതുപോലെ എൻ്റെ ഹൃദയം നീ വെണ്ണുള്ളിലാക്കണം കേട്ടോ. നീ താബോർ മലയിൽ നിന്റെ വസ്ത്രം വെളുത്തില്ലേ, അതുപോലെ എൻ്റെ ഹൃദയം വെളുക്കട്ടെ. എല്ലാം സ്നേഹം കൊടുക്കുക, എല്ലാത്തിലും സ്നേഹം കൊടുക്കുക. ഹല്ലേലൂയ. ഡ്രസ്സ് മാറാൻ വേണ്ടി മുറി ചെല്ലുന്നു. നിങ്ങൾ ഡ്രസ്സ് മാറുകയാണ്. ഈശോയെ, ഞാൻ ഈ ഡ്രസ്സ് മാറുന്നത് പോലെ എൻ്റെ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിച്ചു നോക്കിക്കേ. എന്നിട്ട് പുതിയ ഡ്രസ്സ് ധരിക്കുമ്പോൾ, ഈശോയെ, നിന്നെ പോലെ ഇതാ ഞാൻ ഈ ഡ്രസ്സ് ധരിക്കണ പോലെ നിന്നെ ധരിക്കാൻ, പുതിയ മനുഷ്യനെ ധരിക്കാൻ എന്നെ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞു നോക്കിയേ. എല്ലാം ഒരു സ്നേഹം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പൊ നമ്മൾ ജീവിക്കുന്നു നമുക്ക് തോന്നും, പരാതിയില്ല, പരിഭവമില്ല. കാരണം ഹൃദയത്തിന്റെ രോഗമാണ് പരാതി. ആത്മാവിന്റെ ശക്തി ചോർന്നു പോകുമ്പോഴാണ് ദേഷ്യം വരുന്നത്, അരിശം വരുന്നത്, പരാതിയും വെറുവെറുപ്പും. സ്നേഹിക്കാൻ പറ്റുന്നില്ല. എല്ലാം മാറണം, ആത്മശക്തി നിറയണം. കാരണം ഈ വാക്കെല്ലാവരും പറഞ്ഞ്, ചെറിയ ചെറിയ കാര്യങ്ങൾ വലിയ സ്നേഹത്തോടെ ചെയ്യുക. ചെറിയ ചെറിയ കാര്യങ്ങൾ വലിയ സ്നേഹത്തോടെ ചെയ്യുക. ഞങ്ങളൊരു പക്ഷേ കേട്ടിട്ടുണ്ടാവും, നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പയായിട്ട് ആ ദിവസങ്ങളിൽ വന്നൊരു വാർത്ത എന്തായിരുന്നു? വലിയ സംഭവമായത് എന്താണ്? അതിരാവിലെ തന്നെ മാർപ്പാപ്പ എഴുന്നേറ്റ് വന്നിട്ട് സെക്യൂരിറ്റിക്കാരന് ചായ ഇട്ട് കൊടുത്തു. ചെറിയ കാര്യമല്ലേ? പക്ഷേ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു മാർപ്പാപ്പ തൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ, അല്ലെങ്കിൽ താനായിരിക്കുന്ന മുറിയുടെ പുറത്ത് തണുത്തു വിറച്ചു നിൽക്കുന്ന കാവൽക്കാരൻ കൊണ്ടുപോയി ചായ കൊടുക്കുകയാണ്. ചെറിയ കാര്യങ്ങൾ വലിയ സ്നേഹത്തോടെ ചെയ്യുക. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കണ്ടോ, അയാൾ വാവിട്ട് കരഞ്ഞെന്നാണ് ചരിത്രം പറഞ്ഞത്. വാവിട്ട് കരഞ്ഞുപോയി. കാരണം എന്താണ്? മാർപ്പാപ്പ വന്ന് ചായ കുടിക്കാൻ. സ്നേഹിത, തണുക്കുന്നുണ്ടാവുമല്ലേ, വാ ചായ കുടിക്കാം. ചെറിയ ചെറിയ. പിന്നീട് അദ്ദേഹം ചെയ്ത കാര്യമാണല്ലോ, മുഖത്തെല്ലാം ഇങ്ങനെ കുരു വന്ന് ഇങ്ങനെ എന്തോ ഒരു പ്രത്യേക ആനരോഗം പോലെ എന്തോ രോഗം പറയുന്നുണ്ട്. മുഖത്തെല്ലാം കുരു വന്നിട്ട് ബ്ലാക്കായിട്ട് മുഖം മൊത്തം കുരുക്കള, പൊട്ടി ഒലിക്കുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ട്. കണ്ട നമുക്ക് തന്നെ പേടിയാവും. മാപ്പാപ്പ എന്ത് ചെയ്തു? ആ മനുഷ്യനടുത്ത് പോയി വട്ടം കെട്ടിപ്പിടിച്ച് ആ കുരു മുഴുവൻ നിറഞ്ഞ മുഖത്ത് ഉമ്മ വെച്ചു, 2 കവളിലും. ചെറിയ ചെറിയ കാര്യങ്ങൾ വലിയ സ്നേഹത്തോടെ ചെയ്യുക. ഹല്ലേലൂയാ. ഉത്തരേശ പഠിപ്പിച്ച പാഠം അതാണ് കേട്ടോ. അപ്പൊ എന്തോ ഗുണമെന്നറിയാവോ? നമ്മളിങ്ങനെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ വലിയ സ്നേഹത്തോടെ ചെയ്യുമ്പോൾ എന്തോ ഗുണമെന്നറിയാവോ? മരത്തിൽ നിന്ന് ഇല കൊഴിഞ്ഞു വീഴുന്നത് പോലെ നമ്മുടെ ഉള്ളിൽ നിന്ന് തിന്മയെല്ലാം കൊഴിഞ്ഞു പോകും. ഹല്ലേലൂയാ. അതാണ് പ്രത്യേകം. നമ്മളറിയാല, നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിൽ നിന്ന് പല തിന്മകൾ ഇങ്ങനെ കൊഴിഞ്ഞു പോകും. നമ്മൾ അറിയുക പോലും ഇല്ല. ഈ കൃപയിലേക്ക് നമ്മൾ വളരട്ടെ. ഈശോ പറഞ്ഞ വാക്ക് വീണ്ടും ഓർക്കുകയാണ്. എന്താണ്? തിന്മയെ നന്മ കൊണ്ട്, തിന്മയെ നന്മ കൊണ്ട്. അതുകൊണ്ട് ഇനി നമുക്ക് ഞാൻ വീണ്ടും പറയുകയാണ്, ആരെങ്കിലും നമുക്കെതിരെ നെഗറ്റീവ് പ്രവർത്തിച്ചാൽ നമ്മുടെ റിയാക്ഷൻ നെഗറ്റീവ് ആകരുത്. മറിച്ച് എന്ത് ചെയ്യണം? ജോസഫിനെ പോലെ, ഹന്നയെ പോലെ, അല്ലെങ്കിൽ സ്തെഫാനോസിനെ കല്ലെറിഞ്ഞപ്പോൾ സ്തെഫാനോസ് തിരിച്ച് അതുപോലെയാണ് പ്രതികരിച്ചത്. അല്ല, അവരോട് ക്ഷമിച്ചു. അപ്പൊ നമുക്ക് നമ്മുടെ റിയാക്ഷൻ എല്ലാം, ഞാൻ വീണ്ടും പറയുന്നു, നമ്മുടെ റിയാക്ഷൻ എല്ലാം ദൈവികമാകട്ടെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമ്മുടെ റിയാക്ഷൻ എല്ലാം, കാരണം നമ്മളോട് മറ്റുള്ളവർ എപ്പോഴും ആക്ഷൻ, ഒരു വാക്ക്, ഒരു ആക്ഷൻ, അതെല്ലാം ചിലപ്പോൾ നെഗറ്റീവായിരിക്കും.
നിന്നെ കൊള്ളാം, നിന്നും കൊള്ളത്തില്ല, നീ അല്ലെങ്കിൽ എന്താണ് താൻ എന്തുണ്ടാക്കിയെന്നാണ് പറയണേ, അല്ലെങ്കിൽ നമ്മളെ കളിയാക്കും, ഓ ഒരു ഭക്തൻ വന്നേക്കണ് താനൊന്ന് പോടോ എന്നങ്ങനെ പല രീതിയിൽ നമ്മൾ പരിഹസിക്കും, ചെറുതാക്കും, അല്ലെങ്കിൽ നമ്മളെ ചിലപ്പോൾ അങ്ങ് അവഗണിച്ചേക്കാം. അപ്പോഴെല്ലാം നമ്മുടെ എല്ലാ തരത്തിലുള്ള റിയാക്ഷനും നന്നാക്കി എടുക്കുക. ഹല്ലേലൂയാ. എഴുന്നേൽക്കാം, പ്രാർത്ഥിക്കാം. കൈകളിൽ നിന്ന് പിടിക്കാവോ എന്ന് കണ്ടെടുത്ത് പ്രാർത്ഥിക്കാം. ഈശോയെ, എൻ്റെ റിയാക്ഷൻ എല്ലാം നന്നാകട്ടെ. ഒരു പക്ഷേ നമ്മൾ ഈ അടുത്തൊരു സിനിമ ഇറങ്ങിയല്ലോ, ഗ്രഹാസ്റ്റെയിനിൻ്റെ ഒരു സിനിമ അല്ലേ. കത്തോലിക്ക സഭയിൽ അദ്ദേഹം ആയിരുന്നെങ്കിൽ വിശുദ്ധനായേനെ അല്ലേ. ഗ്രഹാസ്റ്റെയിൻ ഒറീസയിലെ കുഷ്ഠരോഗികൾക്ക് വേണ്ടി ജീവിച്ചൊരു മനുഷ്യനാണ് അല്ലേ. അദ്ദേഹം അങ്ങനെ ജീവിച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മതതീവ്രവാദികൾ അദ്ദേഹത്തെ എന്ത് ചെയ്തോ, ജീപ്പിലിട്ട് ചുട്ടുകൊന്നു. അദ്ദേഹത്തെയും തിമോത്തി, ഫിലിപ്പ്, 2 കുട്ടികൾ, ആൺകുട്ടികളെ ജീപ്പിലിട്ട് ചുട്ടുകൊന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് ചോദിച്ചു, നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനെയും 2 മക്കളെയും ചുട്ടു കൊന്നവർക്കെതിരെ കേസ് കൊടുക്കുന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ആ സ്ത്രീ എന്താ പറഞ്ഞത്? എൻ്റെ യേശു എന്നെ പഠിപ്പിച്ചിരിക്കുന്നത് ക്ഷമിക്കാനാണ്, ഞാൻ അവരോട് ക്ഷമിക്കുന്നു. ഹല്ലേലൂയാ. ആ കുടുംബത്തോട് കാണിച്ച ആക്ഷൻ എത്ര നെഗറ്റീവാണ്, പക്ഷെ ആ കുടുംബം കാണിച്ച റിയാക്ഷനോ എത്ര ദൈവികമാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ചിലപ്പോൾ നമുക്ക് നൽകുന്ന എല്ലാം നെഗറ്റീവ് ആയിരിക്കാം, പക്ഷെ നമ്മുടെ ആക്ഷൻ, നമ്മുടെ റിയാക്ഷൻ അല്ലേ. ഫാദർ ഡാമിയൻ മൊളോക്കോ ദ്വീപിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ എന്താ കാണുന്നത്? കണ്ടിൻ്റെ സ്ഥാനത്ത് 2 കുഴികൾ, വിരലില്ല, മുഖമില്ല, ചെവിയില്ല, കാൽപാദങ്ങളില്ല, വികൃതമാക്കപ്പെട്ട രൂപങ്ങൾ കിടക്കുക കുഷ്ഠരോഗികൾ അല്ലേ. കണ്ണിൻ്റെ ഭാഗത്ത് 2 ഓട്ട, 2 അല്ലേ, കണ്ടാ പേടി തോന്നുന്ന തലയോട്ടികൾ, മനുഷ്യക്കോലങ്ങൾ കിടക്കുകയാണ്. അദ്ദേഹത്തെ ഈ രോഗികളെ കണ്ടപ്പോൾ അദ്ദേഹം പറയുന്നുണ്ടെന്നറിയാവോ? ദാ എനിക്ക് ദൈവം തന്ന ജനം. ഹല്ലേലൂയാ. അദ്ദേഹം നെഞ്ചോട് ചേർക്കുകയാണ്, ദാ എനിക്ക് ദൈവം തന്ന ജനമാണിത്. അപ്പോൾ ദൈവം നമുക്ക് നൽകുന്ന ചിലപ്പോൾ ഇങ്ങനെ വികൃത രൂപങ്ങളൊക്കെ ഉണ്ടാകും, വീട്ടിലുണ്ടാകും, ചില അവസ്ഥകളൊക്കെ ഉണ്ടാകും. നമ്മളെ മനം മടിപ്പിക്കുന്ന, നമ്മളെ ദുഃഖിപ്പിക്കുന്ന, നമ്മളെ തളർത്തിക്കളയുന്ന ചില സംഭവങ്ങൾ വീട്ടിലുണ്ടാകുമ്പോൾ പറയണം, ഇതെനിക്ക് ദൈവം തന്നതാ. ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ റിയാക്ഷൻ നന്നാക്കി എടുക്കുക. ഹല്ലേലൂയാ. ഈ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈശോയെ, ആരൊക്കെ മറ്റുള്ളവർ എന്നോടുള്ള ആക്ഷൻ നെഗറ്റീവ് ആകുമ്പോൾ എനിക്ക് അവരോടുള്ള റിയാക്ഷൻ എല്ലാം പോസിറ്റീവ് ആകാൻ, ഈശോയെ നീ ആയിരുന്ന് ഓരോ കാര്യങ്ങൾ ചെയ്ത പോലെ ചെയ്യാൻ, ഈശോയെ ദ്രോഹത്തെ സ്നേഹം കൊണ്ട് തോൽപ്പിക്കാൻ, തിന്മയെ നന്മ കൊണ്ട് തോൽപ്പിക്കാൻ, വെറുപ്പിനെ സ്നേഹം കൊണ്ട് തോൽപ്പിക്കാൻ, ആരെങ്കിലും എന്നെ അവഹേളിക്കുമ്പോൾ ഈശോ അവരെ സ്നേഹിക്കാൻ, ആരെങ്കിലും എന്നെ പീഡിപ്പിക്കുമ്പോൾ അവരെ അനുഗ്രഹിക്കാൻ, ഈശോയെ ആരെങ്കിലും തകർക്കാൻ ശ്രമിക്കുമ്പോൾ ഈശോയെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, ഈശോയെ അങ്ങനെ എനിക്ക് നേരെ വരുന്ന എല്ലാ തിന്മകളെയും നന്മ കൊണ്ട് അതിജീവിക്കാൻ വലിയ ശക്തി തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് കരമുയർത്തി സ്തുതിച്ചോ. ഹല്ലേലൂയ.